ദിനേശ് ഡോക്ടറെ, അജിൻ ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2144 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ പി രാധാകൃഷ്ണൻ സാറാണ്. റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ, ഹോമിയോപ്പതി വകുപ്പ്, കേരള. ഡോക്ടർ RK ന്യൂ ലൈഫ് അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയുടെ സ്ഥാപകൻ. 50 വർഷത്തിലേറെ ചികിത്സാ പരിചയം. ഡോക്ടർമാർക്കായി നിരന്തരം ക്ലാസുകൾ നടത്തുന്ന വ്യക്തിത്വം. പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ, ദി നെക്സസ് ഓഫ് ദി മെത്തേഡ് ഓഫ് ട്രയാങ്കിൾസ് എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ്. ഡോക്ടറോടൊപ്പം ഡോക്ടർ സൂര്യ രാജീവ് BHMS കൂടിയുണ്ട്. ഇന്ന് നമുക്കുള്ള വിഷയം COPD ചികിത്സയും ഹോമിയോപ്പതി എന്നുള്ളതാണ്. ഈ വിഷയം നമുക്ക് 3 ക്ലാസ് ആയിട്ടാണ് സാറ് നടത്തുന്നത്. ഇന്ന് നമുക്ക് അപ്രോച്ച് ടു COPD കേസസ് ഇൻ ഹോമിയോപ്പതിക് പ്രാക്ടീസ് എന്നുള്ളതും, പാർട്ട് 2 ആയിട്ട് അസസിംഗ് ദ കേസ് യൂസിംഗ് ഹിഡൻ പ്രോട്ടോകോൾ ആൻഡ് ഫൈൻഡിങ് ഔട്ട് സിമിലിമം യൂസിംഗ് മെത്തേഡ്സ് ഓഫ് ട്രയാങ്കിൾ, പാർട്ട് 3 ആയിട്ട് കേസ് മാനേജ്മെന്റ് ആൻഡ് ക്ലിനിക്കൽ ജഡ്ജിങ്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഡോക്ടർ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അത് എല്ലാ ബുധനാഴ്ചയും ആയിരിക്കും. അടുത്ത 25-ാം തീയതി കാണും. എല്ലാ ബുധനാഴ്ചയുമായിട്ട് 3 ഭാഗമായിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. ഇന്ന് നമുക്ക് COPD ചികിത്സയും ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ പി രാധാകൃഷ്ണൻ സാറിനെയും ഡോക്ടർ സൂര്യ രാജീവിനെയും ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ ആരംഭിക്കാം. നമസ്കാരം എല്ലാവർക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ? ആ, നമസ്കാരം. ഈ ഒരു അവസരം തന്നതിന് എല്ലാവർക്കും നന്ദി. നമ്മുടെ ഡോക്ടർ ധനീഷ്, എല്ലാവരും. അപ്പോ ഇന്നത്തെ വിഷയം നമ്മൾ COPD ആണ് അല്ലെ. COPD അതായത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതായത് ക്രോണിക് കേസ് ആണ്, ക്രോണിക് ഡിസീസ് ആണ്. അപ്പൊ ക്രോണിക് ഡിസീസ് നമുക്കറിയാം, ഓർഗനോണില് നമ്മൾ അക്യൂട്ട് ഡിസീസ്, ക്രോണിക് ഡിസീസ്, സബ് അക്യൂട്ട് ഡിസീസ്, മാനേജ്മെന്റ് ഓരോന്നിനും ഓരോ തരത്തിലാണ്. അപ്പൊ നമ്മൾ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഹോമിയോപ്പതിയിലെ ഏത് രോഗമാണെങ്കിലും ക്രോണിക് ഡിസീസാണ്. ഹോമിയോപ്പതിക്ക് ഈ ഒരു പ്രത്യേക സിസ്റ്റം വൈസിൽ അല്ലെങ്കിൽ തന്നെ വി ആർ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ പേഷ്യന്റിനെ മനസ്സിലാക്കണം, ഡിസീസിനെ മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡ് ദ ഡിസീസ്, ആൻഡ് ഫൈനലി വി ആർ കോൺസ്റ്റിറ്റ്യൂട്ടിങ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് ഏറ്റവും കൂടുതൽ ഞാൻ COPDയെ പറ്റി പറയാൻ വേണ്ടി ഡോക്ടർ സൂര്യ രാജീവ് എന്ന് പറഞ്ഞ നമ്മുടെ ജൂനിയർ ഡോക്ടറുണ്ട്. ആ ഡോക്ടറായിരിക്കും അതിനെ ഒരു ജനറലായിട്ട് ഒരു COPDയെ പറ്റി ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തന്നതിന് ശേഷം എൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാം. പക്ഷെ അതിനു മുമ്പ് തന്നെ നമ്മളിപ്പോൾ അറിയാം, ഈ പൾമണറി ഡിസീസ് ആണെങ്കിൽ ഇപ്പോൾ ലങ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് ഇപ്പോൾ ഒരു ലങ്സിലെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഓക്സിജനേഷൻ, മറ്റു കാര്യങ്ങൾ, അതെല്ലാം ഈ COPD ക്ലാസ് ഡോക്ടർ സൂര്യയുടെ കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ എന്തായാലും ഡോക്ടർ സൂര്യ രാജീവിനെ ഒന്ന് വിളിക്കുകയാണ്. സൂര്യ ഒന്ന് ഹോസ്റ്റ് ചെയ്തോളൂ, കാരണം എൻ്റെ കമ്പ്യൂട്ടർ ചിലപ്പോൾ വന്നാൽ നടക്കാം കേട്ടോ. ഡോക്ടർ സൂര്യ ഒന്ന് വിളിച്ച്. സൂര്യ, രണ്ടുപേരും കോഹോസ്റ്റ് ആണ് സാർ. ഹലോ, ആയിക്കോട്ടെ. ഡോക്ടർ സൂര്യ ഓഡിബിൾ അല്ലേ? യെസ്. അതെ. മോളെ ഒന്ന്. ഞാൻ ഡോക്ടർ സൂര്യ. എന്നെ അധികം ആൾക്കാർക്ക് അറിയണ്ടാവില്ല. ഞാൻ 2019 ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി. അപ്പോ എല്ലാ ഹോമിയോ ഡോക്ടർമാരും ഇറങ്ങണ പോലെ തന്നെ എനിക്ക് നമ്മുടെ റൂബ്രിക് എവരിത്തിങ് വാസ് ഇൻ ഡാർക്ക്, അതായിരുന്നു എൻ്റെ ഒരു റൂബ്രിക് ആ സമയത്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അതായത് ഒറ്റയ്ക്ക് ഞാനൊരു പൾസാറ്റിൽ ആയതുകൊണ്ട് എൻ്റെ ഒരു ഇൻഡിസിസിവ് ഒരു ക്യാരക്ടർ മൂലം എനിക്ക് ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. പക്ഷെ എനിക്ക് വേഗം തന്നെ, അതായത് ജൂലൈ 9-ാം തീയതി ഇറങ്ങി, ഓഗസ്റ്റ് ആയപ്പോ തന്നെ എനിക്ക് ഡോക്ടറുടെ, അതായത് രാധാകൃഷ്ണൻ ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് എനിക്ക് എങ്ങനെയോ ദൈവത്തിന്റെ ഒരു നന്ദി കൊണ്ട് കയറാൻ പറ്റി.
അപ്പൊ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് കയറിയത് രാധാകൃഷ്ണൻ ഡോക്ടറുടെ മോന്റെ OP-യിലായിരുന്നു, നിതീഷ് ഡോക്ടറുടെ OP-യിലായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, സാറ് ഫസ്റ്റ് ഒരു പേഷ്യന്റ് വന്നപ്പോ എന്നോട് ചോദിച്ചത് ട്രപ്പീസിയസിന്റെ ഒറിജിൻ ആയിരുന്നു. അപ്പൊ ഭഗവാനെ, അനാട്ടമി ഒക്കെ ഫസ്റ്റ് ഇയറിലാണല്ലോ പഠിച്ച് ഇത്രയും ആവശ്യം. അതായത് ഇവരുടെ OP-യിലെ ഇവരുടെ ഒരു കേസുകൾ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ മെറ്റീരിയ മെഡിക്കും പത്തോഫിസിയോളജിയും എല്ലാ സബ്ജക്റ്റും നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അത്രയും തറോ ആവണം ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ. അതെനിക്ക് ഭാഗ്യം കൊണ്ട് ഇവരുടെ ഒരു ക്ലിനിക്കില് ഇവരെ കൂടെ നിന്നുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്, അത്രയും നോളജ് കിട്ടിയത്. അതിന് ഒരുപാട് നന്ദി ദൈവത്തിനോടും ഡോക്ടറോടും പറയുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് റെസ്പിറേറ്ററി, അതായത് COPD ആണ്. അപ്പൊ നമ്മള് അബ്നോർമൽ ആയിട്ടുള്ള ഫൈൻഡിങ്സിന് മുന്നേ നോർമൽ എന്തായാലും പഠിക്കണം. അതായത് പത്തോളജിക്ക് മുന്നേ ഫിസിയോളജി അനാട്ടമി നമ്മൾ പഠിക്കണം. അപ്പോ എന്താണ് റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്? രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റും ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റും. അതായത് റെസ്പിറേറ്ററി സിസ്റ്റം നമുക്ക് അപ്പർ റെസ്പിറേറ്ററി പാർട്ടും അല്ലെങ്കിൽ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് അങ്ങനെ രണ്ടായിട്ട് നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യാം. അതായത് നമ്മളിപ്പോ ചില പേഷ്യൻസ്, അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എടുക്കുമ്പോൾ നമുക്കറിയാം ചില പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരും, ക്ലിനിക്കിലൊക്കെ വന്നിട്ട് പറയും മൂക്കൊലിപ്പുണ്ട്, ചുമയുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ ചെസ്റ്റ് എക്സാമിൻ ചെയ്യുമ്പോൾ ചെസ്റ്റ് ക്ലിയർ ആയിരിക്കും. അങ്ങനെ ഇപ്പൊ നമ്മളൊരു കോമൺ കോൾഡ് മൂലോ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷന്റെ ഒക്കെ ലാസ്റ്റ് സ്റ്റേജിലോ അല്ലെങ്കിൽ ഗേർഡ്, നമ്മളറിയാം ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്, അങ്ങനത്തെ എന്തെങ്കിലും അസുഖം കൊണ്ട് ചിലപ്പോൾ ചെസ്റ്റ് ക്ലിയർ ആയിരിക്കും, അവരുടെ പ്രോബ്ലം ഈ ഒരു ത്രോട്ട് അല്ലെങ്കിൽ അപ്പർ പാർട്ടിലായിരിക്കും അവർക്ക് പ്രശ്നം. അങ്ങനത്തെ ഡിസീസുകളാണ് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റില് ഡിസീസുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അതായത് ചെസ്റ്റ് നോർമലി ക്ലിയർ ആയിരിക്കും, നമ്മളിപ്പോ അലിയം സിപ്പ അവർക്കൊക്കെ ചെസ്റ്റ് സിംറ്റംസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ലങ് സിംറ്റംസ് ഉണ്ടായിരിക്കും, പക്ഷെ എന്നിരുന്നാലും അവരുടെ മോസ്റ്റ് പ്രോമിനന്റ് സിംറ്റംസ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിലായിരിക്കും. നമ്മുടെ അലിയം സിപ്പ, സാംബൂക്കസ് അങ്ങനത്തെ ഒക്കെ മെഡിസിൻസിൽ. അപ്പൊ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുന്ന ഓർഗൻസ്, അതായത് മെയിൻ ആയിട്ടുള്ള പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ നോസ്, മൂക്കിന്റെ തൊട്ട് പിന്നിലായിട്ട് നമുക്ക്, അതായത് തൊട്ട് പിന്നിലും ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് നേരെ ബാക്കിലായിട്ട് നമുക്ക് ഒരു എയർ ഫിൽഡ് ക്യാവിറ്റി ഉണ്ട്, അതാണ് നേസൽ ക്യാവിറ്റി. ആ നേസൽ ക്യാവിറ്റീനെ നമുക്ക് ലൈൻ ചെയ്യുന്നുണ്ട്, അതായത് അതിന്റെ ഫ്രണ്ട് പാർട്ടിനെ നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് പറയും. അവിടെ കുറെ വിംബ്രീസിയ എന്ന് പറഞ്ഞ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മൾ എന്തെങ്കിലും, നമ്മളിപ്പോ ഒരു പൊടിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പൊടി നമ്മുടെ മൂക്കിൽ കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ തുമ്മും. അപ്പൊ ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ആ ഡസ്റ്റിനെ ട്രാപ്പ് ചെയ്ത് എക്സ്പെൽ ചെയ്ത് കളയണേ. അപ്പോ നോസിന്റെ തൊട്ട് പിന്നിലുള്ള നേസൽ ക്യാവിറ്റി, ആ നേസൽ ക്യാവിറ്റിയിലെ ഫ്രണ്ട് പാർട്ടിൽ വെസ്റ്റിബ്യൂൾ ഉണ്ട്, നമ്മുടെ ചെവിയിലും ഉണ്ട്, അതുപോലെ തന്നെ നോസിന്റെ ഫ്രണ്ട് പാർട്ടിലും ഉണ്ട്, നേസൽ ക്യാവിറ്റിയുടെ ഫ്രണ്ട് പാർട്ടിലും ഉണ്ട്. ഈ വെസ്റ്റിബ്യൂളിലുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ട്രാപ്പ് ചെയ്ത് എക്സ്പെൽ ചെയ്ത് കളയണേ. അപ്പൊ മെയിൻ ആയിട്ട് നോസിന്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്കറിയാം കുലു മണാലിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും തണുപ്പിലാണ് ശ്വസിക്കണേ, എന്നിട്ടും നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോസിലത്തെ ഹെയർസ് നമ്മുടെ വരുന്ന എയറിനെ മോയിസ്റ്റൻ ചെയ്യും, വാം ചെയ്യും, അങ്ങനെ ഒരു നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നോസ്, പിന്നെ വരുന്ന നേസൽ ക്യാവിറ്റി, അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്ന നമ്മുടെ സൈനസുകൾ, നമുക്കറിയാം പാരാനേസൽ സൈനസുകൾ. നമുക്കറിയാം നമ്മുടെ സ്കള്ളിൽ കുറേ ഹോളോ ആയിട്ടുള്ള പൊള്ളയായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, അതായത് നമ്മുടെ നോസിന്റെ ചുറ്റുമായിരിക്കും ഫ്രണ്ടൽ, അതുപോലെ സ്പിനോയിഡൽ, അങ്ങനെ കുറെ സൈനസുകൾ, നമ്മൾ മാക്സിലറി, അങ്ങനെ സൈനസുകൾ ഉണ്ട്. ഈ സൈനസുകളും ഒരു പരിധി വരെ നമ്മുടെ ഇൻഹേൽ ചെയ്യണ എയറിനെ മോയിസ്റ്റൻ ചെയ്യാനും വാമപ്പ് ചെയ്യാനും സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് മൂക്കടപ്പും നല്ല തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം തന്നെ നല്ല രസമായിരിക്കും, റെസണൻസ് ഉണ്ടായിരിക്കും. അതിന് ആ ഒരു റെസണൻസ് ഒക്കെ സഹായിക്കുന്ന ഈ പാരാനേസൽ സൈനസുകളാണ്. ഇപ്പൊ നമ്മൾ മൂക്ക് പഠിച്ചു, മൂക്കിന്റെ പിന്നിൽ നേസൽ ക്യാവിറ്റി പഠിച്ചു, പിന്നെ നമ്മൾ പാരാനേസൽ സൈനസുകൾ പഠിച്ചു. പിന്നെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ ഫെയറിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ അതായത് ഫുഡ് പൈപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതായത് മോസ്റ്റ് കോമൺ എൻട്രി ഫോർ ഫുഡ് ആൻഡ് എയർ, അതായത് കോമൺ എൻട്രി ആയിരിക്കും, എയറിനും ഫുഡിനും വേണ്ടിയുള്ള ഒരു കോമൺ എൻട്രി ആയിരിക്കും ഫെയറിങ്സ്. ഏകദേശം ഒരു 12 സെന്റിമീറ്ററോളം നീളമുള്ള ഭാഗമാണ് ഫെയറിങ്സ്. പിന്നെയാണ് നമ്മുടെ ലെയറിങ്സ് വരുന്നത്. ലെയറിങ്സ് നമുക്കറിയാലോ, വോയിസ് ബോക്സ് എന്ന് പറയാം, വോക്കൽ കോഡ്സ് ഒക്കെ ഉണ്ട്, നമ്മുടെ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ് ലെയറിങ്സ്. ഇത്രയും ഭാഗങ്ങളാണ് ശരിക്കും പറഞ്ഞ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരുന്നത്. അതായത് നോസ് ഉണ്ട്, നേസൽ ക്യാവിറ്റി ഉണ്ട്, പാരാനേസൽ സൈനസുകൾ ഉണ്ട്, പിന്നെ ലെയറിങ്സ് ഉണ്ട്, ഫെയറിങ്സ് ഉണ്ട്. ഇനി നമ്മൾ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് വരികയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്. പിന്നെ ലോവർ റെസ്പിറേറ്ററി ട്രാക്ട്, അതായത് അവിടെ നിന്ന് തുടങ്ങുന്ന സാധനമാണ് ട്രക്കിയ. നമുക്കറിയാം സി ഷേപ്ഡ് കാർട്ടിലേജ് ഒക്കെ ഉള്ള കാര്യമാണ്. ഏകദേശം 10 to 13 സെന്റിമീറ്റർ ആണ് ട്രക്കിയയുടെ നീളം. ആ ട്രക്കിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നേസൽ ക്യാവിറ്റിയും ചെസ്റ്റ് ക്യാവിറ്റിയും തമ്മിലുള്ള ഒരു കണക്ഷൻ. ആ ഒരു കണക്ഷൻ പൈപ്പാണ്
നമ്മുടെ ട്രക്കിയ എന്ന് പറയുന്നത്. അപ്പൊ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഫസ്റ്റ് വരുന്ന ട്രക്കിയാണ്. ട്രക്കിയയിൽ നിന്ന് നമുക്ക് 2 ഡിവിഷൻ ഉണ്ട്. അതായത് 2 ഡിവിഷൻ ആയിട്ടാണ് നമ്മുടെ 2 പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രൈമറി ബ്രോങ്കൈ, അതിനെയാണ് പറയുന്നത്. 2 ഡിവിഷൻ ആയിട്ട് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രൈമറി ബ്രോങ്കി ആയിട്ട് നമ്മുടെ ലങ്സിന്റെ ഉള്ളിലേക്ക് കയറാണ് ട്രക്കിയ. ഈ ലങ്സിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ പ്രിൻസിപ്പിൾ ബ്രോങ്കൈ, അതായത് ആദ്യം പ്രൈമറി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ബ്രോങ്കൈ, പിന്നെ സെക്കൻഡറി അല്ലെങ്കിൽ ലോബാർ ബ്രോങ്കൈ ആയി. കാരണം നമുക്കറിയാം ലങ്സിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുമ്പോൾ ലോബുകളായിരിക്കും. അതായത് നമുക്കറിയാം റൈറ്റ് ലെങ്ങിന് 3 ലോബ് ഉണ്ട്, ലെഫ്റ്റ് ലെങ്ങിന് 2 ലോബ് ഉണ്ട്, അതൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ ലോബാർ ബ്രോങ്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബ്രോങ്കൈ ഡിവൈഡ് ചെയ്തിട്ട് സെക്കൻഡറി അല്ലെങ്കിൽ ലോബാർ ബ്രോങ്കൈ ആവും. പിന്നെ വീണ്ടും അവിടെ നിന്ന് ഡെഫിനിഷൻ വരുന്നത് ടെറിഷറി, പ്രൈമറി സെക്കൻഡറി ടെറിഷറി അല്ലെങ്കിൽ സെഗ്മെന്റൽ ബ്രോങ്കൈ. ഒന്നുമില്ല, ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിന്റെ ഉള്ള ഒരു ഭാഗം, അതായത് ഒരു പാരൻകൈമ, അവിടെ ഒരു പൾമോണറി ആർട്ടറി ഉണ്ടായിരിക്കും, വെയിൻ ഉണ്ടായിരിക്കും, കാപ്പിലറീസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു പൾമോണറി സെഗ്മെന്റ്, അതിനെ നമ്മൾ ബ്രോങ്കോ പൾമോണറി സെഗ്മെന്റ് എന്നൊക്കെ നമ്മൾ പഠിക്കും. അതായത് നമ്മുടെ ഡിസീസുകളൊക്കെ ഓരോ ഭാഗങ്ങൾ അഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബ്രോങ്കോ പൾമോണറി സെഗ്മെന്റ് വന്നിട്ട് വീണ്ടും ഡിവിഷൻ വന്നിട്ട് ടെർമിനൽ ബ്രോങ്ക്യൂൾസും അവസാനമാണ് നമ്മുടെ ആൽവിയോലയിലേക്ക് എത്തണേ, അതായത് എയർ സാക്കിലേക്ക് എത്തണേ. അപ്പോൾ നമ്മുടെ ട്രാക്കിയയിൽ നിന്ന് ഡിവിഷൻ വന്നു, പ്രൈമറി ഓർ പ്രിൻസിപ്പൽ ബ്രോങ്കൈ, പിന്നെ അവിടെ നിന്ന് സെക്കൻഡറി അല്ലെങ്കിൽ ലോബാർ ബ്രോങ്കൈ, പിന്നെ അവിടെ നിന്ന് ടെറിഷറി അല്ലെങ്കിൽ സെഗ്മെന്റൽ ബ്രോങ്കൈ, എന്നിട്ടാണ് ടെർമിനൽ ബ്രോങ്ക്യൂൾസ് ആയിട്ടാണ് നമ്മുടെ അവസാനത്തെ, അതായത് യൂണിറ്റ് ഓഫ് റെസ്പിറേഷൻ, അതാണ് നമ്മുടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലം, അതാണ് ആൽവിയോലൈ. ഏകദേശം പറയുന്നുണ്ട് ഈ ആൽവിയോലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലങ്സിലെ എല്ലാ ആൽവിയോലൈയും നമ്മൾ ഒരു ഫ്ലാറ്റ് ആക്കി നോക്കി ഒരു ടെന്നീസ് കോർട്ടിന്റെ അത്രയും ഇതുണ്ടെന്ന്, അത്രയും സ്പേസ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം 22,000 പ്രാവശ്യമാണ് ബ്രീത്ത് ചെയ്യണം. നമ്മൾ പോലും അറിയാണ്ട് 22,000 പ്രാവശ്യം നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് ഇതെല്ലാം കൂടി എവിടെ എത്തണേ? നമ്മുടെ മെയിൻ ഓർഗൻ ഏതാണ്? ലങ്സ്. ഏകദേശം 1 കിലോയോളം ഭാരം വരുന്ന ലങ്സ്. അതിനൊരു അപ്പെക്സ് ഉണ്ട്, ബേസ് ഒരു ഡയഫ്രത്തിൽ റെസ്റ്റ് ചെയ്യും. ഇതൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളാണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഇത്രയാണ് വരുന്നത് പറഞ്ഞു. അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റില് നോസ്, നേസൽ ക്യാവിറ്റി, പാരാനേസൽ സൈനസ്, ലെയറിങ്സ് ആൻഡ് ഫെയറിങ്സ്. ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റില് ട്രക്കിയ, പിന്നെ വരുന്നത് ബ്രോങ്ക്യൂൾസ്, ആ ഒരു റെസ്പിറേറ്ററി ട്രീ, പിന്നെ ലാസ്റ്റ് ആൽവിയോലൈ. ഇത്രയാണ് വരുന്നത്. ഇനി COPD എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡെഫിനിഷൻ പോലെ തന്നെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്. അതായത് അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ആണ് സംഭവിക്കുന്നത്, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിന് വരുന്ന ഒരു ഒബ്സ്ട്രക്ഷൻ. പണ്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ COPDയിൽ ആസ്മയും ബ്രോങ്കെറ്റാസിസ് ഒക്കെ ഒരു ഭാഗമായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ സയൻസ് വെച്ചിട്ട് അതിന്റെ ബ്രോങ്കൈറ്റിസും എംഫസീമയാണ് മെയിൻ ആയിട്ട് COPDയിൽ വരുന്നത്. ബാക്കിയൊക്കെ ക്രോണിക് ലങ് ഡിസീസിലാണ് ആസ്മയും ബ്രോങ്കെറ്റാസിസ് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ജനറൽ ആയിട്ട് ശരിക്കും ഒരു ചുരുക്കമായിട്ട് നമുക്ക് എന്താണ് പെത്തോഫിസിയോളജി നോക്കാം. COPDയിൽ സംഭവിക്കുന്ന പെത്തോഫിസിയോളജി എന്താണെന്നറിയാം. അപ്പൊ മെയിൻ ആയിട്ട് COPD വരാൻ കാരണം ടൊബാക്കോ സ്മോക്കിംഗ് തന്നെയാണ്. ഏറ്റവും മേജർ കോസ് എന്ന് പറയുന്നത് ടൊബാക്കോ സ്മോക്കിംഗ് തന്നെയാണ്. പിന്നെ കുറെ പൊടിയടിക്കുന്ന ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വരും. മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് ടൊബാക്കോ സ്മോക്കിംഗ് ആണ്. അപ്പൊ ഒരാള് പുക വലിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഒരാൾ പുക വലിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുക അല്ലെങ്കിൽ സ്മോക്ക് നമ്മുടെ ബ്രോങ്കിയൽ വാൾസിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഈ ബ്രോങ്കിയൽ വാൾസിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഏതൊരു ഭാഗത്ത് നമുക്കൊരു ഇറിറ്റേഷൻ വന്നാൽ അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരും. ന്യൂട്രോഫിൽസ് വന്ന് മാക്രോഫേജസ് ഒക്കെ വരും. അപ്പോൾ ഈ ഇറിറ്റേഷൻ വരുമ്പോൾ ആ ഭാഗം ഒന്ന് തിക്കാവും, ഓട്ടോമാറ്റിക്കലി ഒന്ന് തിക്കാവും. തിക്കായിട്ട് ഒരു എഡിമ സ്വെല്ലിംഗ് വന്നിട്ട് അവിടെ ഒരു മ്യൂക്കസ് പ്രൊഡക്ഷൻ ഓട്ടോമാറ്റിക്കലി നടക്കും. അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ബ്രോങ്കിയൽ വാൾസ് എവിടെയായാലും പോട്ടെ, ബ്രോങ്കിയൽ ഗ്യാസ്ട്രോ എവിടെയായാലും നമ്മുടെ ഒരു ബ്രോങ്കിയൽ വാളിൽ ഒരു സ്മോക്ക് വന്ന് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു തിക്നെസ് ഉണ്ടാവും, ഒരു എഡിമ ഉണ്ടാവും, അവിടെ സിക്രീഷൻ ഓഫ് മ്യൂക്കസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ സ്മോക്കിന് നമ്മുടെ സീലിയ ഉണ്ടല്ലോ, നമ്മുടെ മൂക്കിനവിടെയൊക്കെ ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ജേംസിനൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് എക്സ്പെൽ ചെയ്ത് കളയണേ. ആ ജേംസ് അല്ല, ഡസ്റ്റിനെ, ആ സീലിയനെ പാരലൈസ് ചെയ്യിക്കുന്നത്. അതായത് ഇത് എന്ന് പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഉണ്ടാവുന്ന കാര്യമല്ല. അതായത് കുറേ നാൾ സ്മോക്ക് ചെയ്യണ ആൾക്കാര്, അല്ലെങ്കിൽ കുറേ നാൾ ഈ ഡസ്റ്റ്, അതായത് കോൾ വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കുറേ നാൾ ഡസ്റ്റ് ആയിട്ടുള്ള എക്സ്പോഷർ ആയിട്ടുള്ള ആൾക്കാര്, അവർക്കൊക്കെയാണ് അതായത് റിക്കറന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ വരാണ്. അതായത് നമ്മൾ നോർമലി എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ന്യൂട്രോഫിൽസും മാക്രോഫേജസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹീലാവും.
പക്ഷെ കുറേ നാള് ഇതിങ്ങനെ നടന്നുകൊണ്ട് കഴിഞ്ഞാൽ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ തന്നെ എന്തുണ്ടാവും, ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ ആക്റ്റീവ് ആവും. അതാണ് എപ്പോഴും ഹൈപ്പർ റെസ്പോൺസീവ്നെസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഹൈപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആക്ടിവേഷൻ അവിടെ നടക്കുന്നത്. അതായത് ഒന്നെങ്കിൽ ഈ സ്മോക്ക് സീലിയനെ പാരലൈസ് ആക്കും, അല്ലെങ്കിൽ വേറൊരു സംഭവം നടക്കുന്നത് ഈ എംഫസീമ എന്ന് പറഞ്ഞ കണ്ടീഷനിലൊക്കെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്മോക്ക് നമ്മുടെ ബോഡിയിൽ ഒരു പ്രോട്ടിയേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമിനെ ട്രിഗർ ചെയ്യും അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ പ്രോട്ടിയേസ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആൽവിയോലയുടെ ലൈനിങ്ങിലുള്ള എലാസ്റ്റിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതിനെ നശിപ്പിക്കും. അല്ല, എലാസ്റ്റേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമിനെ ട്രിഗർ ചെയ്തിട്ട് പ്രോട്ടിയേസ് എന്ന എലാസ്റ്റേസിനെ ട്രിഗർ ചെയ്തിട്ട് ആൽവിയോലയുടെ വാൾസിനെ നശിപ്പിക്കും, അതായത് എലാസ്റ്റിസിറ്റി നശിപ്പിക്കും. എലാസ്റ്റിക് ആവാണ്ട്, അപ്പൊ നമുക്കറിയാലോ ലങ്സ് അത്രയും ഫ്ലെക്സിബിൾ ആണ്, എലാസ്റ്റിക് ആണ്, അത് റിലാക്സ് ചെയ്യണം, കോൺട്രാക്ട് ചെയ്യണം ബ്രീത്തിങ്ങിന്റെ സമയത്ത്. അപ്പൊ ഒരു ആൽവിയോലയുടെ എലാസ്റ്റിസിറ്റി പോയി കഴിഞ്ഞാൽ, ഒരു സ്മോക്കിങ്ങിലൂടെ ഒരു എലാസ്റ്റിസിറ്റി പോയാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്മോക്കിങ്ങിലൂടെ എന്താ ഉണ്ടാവുക, എല്ലാ ആൽവിയോലയുടെ ഏകദേശം എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും, ആ വാൾസ് ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനെ ടിഷ്യൂ ഡാമേജ് വരെയാണ് എംഫസീമയിൽ നടക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ആൽഫ ആന്റി ട്രിപ്സിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് എംഫസീമ വരും എന്ന് പറയുന്നത്. അതായത് ഈ ആൽഫ ആന്റി ട്രിപ്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ യൂഷ്വലി ഈ ന്യൂട്രോഫിൽസ് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഒരു പ്രോട്ടിയേസ് ഒരു പ്രൊഡ്യൂസ് ചെയ്യും. ഇതിന്റെ ഈ പ്രോട്ടിയേസ് വന്ന എലാസ്റ്റിൻ ഡാമേജ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ് ആൽഫ ആന്റി ട്രിപ്സിൻ. അപ്പൊ ഈ എംഫസീമ വരുമ്പോൾ പിന്നെ ഒരു ഡെഫിഷ്യൻസി വരും. അപ്പൊ എന്തുണ്ടാവും, നമ്മുടെ എലാസ്റ്റിൻ അല്ലെങ്കിൽ എലാസ്റ്റിക് വാൾസ് ഓഫ് ദ ആൽവിയോലൈ ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനെ ടിഷ്യൂ ഡാമേജ് വന്നിട്ട് അങ്ങനെയാണ് മെയിൻ ആയിട്ട് ഈ എംഫസീമയുടെ ഒരു പെത്തോഫിസിയോളജി വരുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ സ്മോക്കിംഗ് ചെന്ന് പ്രോട്ടിയേസിനെ ആക്ടിവേറ്റ് ചെയ്യും, പ്രോട്ടിയേസ് ചെന്ന് എലാസ്റ്റേസിനെ ആക്ടിവേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മുടെ ആൽവിയോലൈ വാൾസിനെ ഡിസ്ട്രോയ് ചെയ്യും. അത്രയാണ് ഇതിൽ സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്രീ റാഡിക്കിൾസ് അതൊക്കെ കൂടും, കാരണം ന്യൂട്രോഫിൽസും ഈ മാക്രോഫേജസ് ഒക്കെ സാധാരണ ഈ ഫ്രീ റാഡിക്കിൾസ് ഒക്കെ എടുത്ത് കളയാറുണ്ട്. പക്ഷെ കൂടുതലാവുമ്പോൾ, ഇൻഫ്ലമേഷൻ കൂടുതലാവുമ്പോൾ അവരെ കൊണ്ട് ഇത് പറ്റണില്ല, അപ്പൊ ഫ്രീ റാഡിക്കിൾസ് കൂടും. അപ്പൊ അങ്ങനത്തെ കുറച്ച് പെത്തോഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ നമ്മുടെ COPD ഉണ്ടാവുക. ഒന്ന്, നമ്മുടെ ബ്രോങ്കിയൽ വാൾസ് തിക്കായി എഡിമാറ്റസ് ആയിട്ട് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും ഇൻ ദ കേസ് ഓഫ് ബ്രോങ്കൈറ്റിസ്. അല്ലെങ്കിൽ പ്രോട്ടിയേസും ആന്റി പ്രോട്ടിയേസും തമ്മിലുള്ള ഒരു ഇംബാലൻസ്, അതാണ് നമ്മുടെ എംഫസീമയിൽ നടക്കുന്നത്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ചുരുക്കമായിട്ട്, ഇതിലും കൂടുതലായിട്ട് ഉണ്ട്, എന്നാലും ചുരുക്കമായിട്ട് ഇതാണ് പാത്തോളജി. ഇനി ജസ്റ്റ് രണ്ട് കാര്യം കൂടി പറയാം. അതായത് ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റീവ് കഫ്, അത് പറയണം, ക്രോണിക് പ്രൊഡക്റ്റീവ് കഫ് that lasting for more than or equal to 3 months. അതായത് ക്രോണിക് പ്രൊഡക്റ്റീവ് കഫ് lasting for more than or equal to 3 months or 2 consecutive years. അതായത് 2024-2025 കണ്ടിന്യൂസ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഏപ്രിൽ മെയ് ജൂൺ അങ്ങനെ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് വരിക. അങ്ങനെ നിൽക്കുന്ന കഫുകളെയാണ് നമ്മൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. എംഫസീമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൽവിയോലൈ വാൾഡ് എലാസ്റ്റിൻ കുറവുകൊണ്ട് അത് ഡിസ്ട്രോയ് ആയി പോവുക. എലാസ്റ്റേസ് കാരണം എലാസ്റ്റിക് വാൾസ് പോയിട്ട് ഡിസ്ട്രോയ് ആയി പോവുക, അതായത് പെർമനന്റ്ലി ഹൈലൈറ്റഡ് ആയിട്ട് ഡിസ്ട്രോയ് ആയി പോവുക. അപ്പൊ ഇതാണ് രണ്ടിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിങ്ക് പഫേഴ്സ്, ബ്ലൂ ബ്ലോട്ടേഴ്സ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മ്യൂക്കസ് ഭയങ്കരമായിട്ട് കൂടും. അതായത് ഇവരിങ്ങനെ ഇൻഫ്ലമേഷൻ സ്മോക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതലായിട്ടുള്ള മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. മ്യൂക്കസ് കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മുടെ ആ എയർവേ സിസ്റ്റത്തിലൊക്കെ ഈ മ്യൂക്കസ് ചെന്ന് ക്ലോഗ് ആയിരിക്കും, അതായത് കെട്ടിക്കിടന്നിരിക്കും. അപ്പൊ എന്തുണ്ടാവാ, നമ്മുടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ടാവും. അപ്പൊ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിൽ പ്രശ്നം വന്ന് സയനോസിസ് വരുന്നതുകൊണ്ടാണ് ഈ മറ്റേ ക്രോണിക് ബ്രോങ്കൈറ്റിസിലെ ബ്ലൂ ബ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് എംഫസീമയിൽ എന്താണ്, അവിടെ ഓക്സിജൻ ഒന്നും ഒരു പ്രശ്നമില്ല, കാരണം അവരുടെ ആൽവിയോലൈ വോൾസിന് വരുന്ന ഒരു ഡിസ്ട്രക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ഓക്സിജൻ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ആൽവിയോലൈ വോൾസ് ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ പേഷ്യൻസ് അത്രയും, നമ്മൾ ഈ തിയേറ്ററിലൊക്കെ കണ്ടിട്ടില്ലേ ഫസ്റ്റ് ഒരാൾ ചുമക്കണത് ആ പരസ്യം, അതുപോലെ അവർ സ്ട്രെയിൻ എടുത്ത് ചുമക്കാണ്. അപ്പൊ അവർ മൊത്തം പിങ്ക് പഫേഴ്സ് ആവും, അതായത് അവരിങ്ങനെ വിസിൽ ഊതണ പോലെയാണ് ബ്രീത്ത് ചെയ്യാൻ, അത്രയും എയർ കയറാൻ വേണ്ടി അത്രയും മെനക്കെട്ട് ബ്രീത്ത് ചെയ്യണതാണ് എംഫസീമ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് COPD വരുന്നത്. താങ്ക് യു. നന്നായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അത്യാവശ്യം ഈ COPD എന്ന് പറഞ്ഞതിന്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ നന്നായി കേട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു, അല്ലേ? അതെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടുണ്ട് സാർ.
അപ്പൊ ഇതാണ് നമ്മൾ COPD പറ്റി നമ്മൾ പഠിക്കാനുള്ളതും അറിഞ്ഞിരിക്കേണ്ടതായ അത്യാവശ്യ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ കേവലം ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോമിയോ മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിനു മുമ്പ് നമ്മൾ ഈ രോഗത്തിന്റെ അവസ്ഥ, അതായത് നമ്മളൊരു കേസ് എടുക്കുമ്പോഴും രോഗിയെ പറ്റി എല്ലാം മനസ്സിലാക്കലാണ്. രോഗത്തെ പറ്റി മനസ്സിലാക്കുക, രോഗിയെ പറ്റി മനസ്സിലാക്കുക, ഇത് തമ്മിൽ കൂട്ടിച്ചേർത്ത് ചെയ്യുക. ആ തരത്തിലാണ്. അപ്പോൾ ഇവിടെ പത്തോളജിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം രോഗത്തിന്റെ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കിയിട്ട്, നമ്മുടെ മരുന്നുകളിലെല്ലാം വളരെ ഫലപ്രദമായ മരുന്നുകളെ ഓരോ ഭാഗത്തേക്ക് മാത്രം എഫക്റ്റ് ചെയ്യുന്നതും അതിലുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനും ഇൻഡുറേറ്റീവ് പ്രോസസ്സിനും അൾസറേറ്റീവ് പ്രോസസ്സിനും എല്ലാത്തിനും ഉതകുന്ന രീതിയിലുള്ള ഈ ഹോമിയോ മെഡിസിൻസ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളതിൻ്റെ പത്തോഫിസിയോളജി മനസ്സിലാക്കുമ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആവുന്നതാണ്. അപ്പൊ ഇന്നത്തെ സൂര്യ ഫസ്റ്റ് സ്ലൈഡ് വയ്ക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം പോയെങ്കിലും ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഈ COPD ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താ. സൂര്യ, അപ്പോ ഇന്നത്തെ ആദ്യത്തെ പറയുന്നത് അപ്രോച്ച് ടു നമ്മൾ എങ്ങനെയാണ് ഹോമിയോ ഡോക്ടേഴ്സ് നടത്തി. ഇതിലിപ്പോൾ നമ്മൾ 4 സെഷനാണ് ഉള്ളത്. ഒന്ന് കേസ് ടേക്കിംഗ്, രണ്ടാമത്തെ കേസ് അസസ്മെന്റ്, മൂന്നാമത്തെ മെറ്റമെഡിക്ക, നാലാമത്തെ കേസ് ജഡ്ജ്മെന്റ്. അപ്പൊ ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് കേസ് ടേക്കിംഗ് മാത്രമാണ്. കാരണം കേസ് എടുക്കുന്നതിന് ഇപ്പം നേരത്തെ നിങ്ങൾക്ക് COPD കേസിനെ പറ്റി നമ്മുടെ സൂര്യ ഡോക്ടർ നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മെഡിസിൻ, അപ്പം 3 ക്ലാസ്സുകളായിട്ടാണ് ഇപ്പോൾ എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കേസ് അസസ്മെന്റും മെറ്റമെഡിക്ക ഉണ്ടാവും. ലാസ്റ്റ് നമ്മൾ കേസ് ജഡ്ജ്മെന്റ്, ഇങ്ങനെയാണ് വരിക. അപ്പോൾ കേസ് അസസ്മെന്റിൽ നമ്മൾ എങ്ങനെയാണ് കേസിന്റെ പ്രാധാന്യം എടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കേസ് ടേക്കിങ്ങിൽ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ്. ഇപ്പൊ നമ്മൾ കേസ് എടുക്കുമ്പോൾ ഞാൻ ആദ്യം ഇപ്പൊ ഇത് ജനറലായിട്ട് പറഞ്ഞു പോവാണ്. ആദ്യം ഹൗ ടു ലിസൺ ആൻഡ് ഒബ്സർവ്. എങ്ങനെ നമ്മൾ ഒരു പേഷ്യൻ്റ്, ഇപ്പൊ COPD എന്ന് പറയുമ്പോൾ നമ്മൾ COPD പോട്ടെ, ഏത് രോഗി നമ്മുടെ മുമ്പിൽ വന്നാലും അതൊരു ക്രോണിക് ഡിസീസ് ആണെങ്കിൽ മാനേജ് ചെയ്യുന്നതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. അത് ഓർഗനോണിൽ പ്രത്യേകിച്ച് ഹൗ ടു മാനേജ് ദ ക്രോണിക് ഡിസീസ്. ആ ക്രോണിക് ഡിസീസിൽ നമ്മൾ ഏത് ഡിസീസ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആ രോഗിയെ ഒന്ന് ഹൗ ടു ലിസൺ ആൻഡ് ഒബ്സർവ്, എങ്ങനെ ശ്രദ്ധിക്കും. ഒരു രോഗിയെ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു രോഗിയെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അയാളെ കാഴ്ചയിൽ ശ്രദ്ധിക്കാം, അയാളെ എക്സ്പ്രഷനിൽ ശ്രദ്ധിക്കാം, എല്ലാ കാര്യങ്ങളും നമുക്ക്. അപ്പോൾ ഹൗ ടു ലിസൺ ആൻഡ് ഒബ്സർവ് എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മളിപ്പോൾ ഫിസിക്കൽ ആറ്റിറ്റ്യൂഡ് നോക്കാം. അതായത് ഒരു പോസ്ചർ. ഇപ്പം ഈ പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഈ COPD കേസാണ് ആണല്ലോ ഇന്നത്തെ ഡിസ്കഷൻ. ഇത് പല രീതിയിലല്ലേ വരിക, പല തരത്തിലല്ലേ നമ്മളെടുത്ത് വരിക. എമർജൻസി സിറ്റുവേഷനിൽ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്രോണിക് സ്റ്റേറ്റിൽ ക്രോണിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഏത് തരത്തിലുള്ള രോഗിയാണ് ആദ്യം നമ്മുടെ അടുത്ത് വരണേ എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. അപ്പോൾ ഒരു എമർജൻസി ആയിട്ട് വരുന്ന ആളുടെ അടുത്ത് നമ്മൾ എന്തെല്ലാം ചെയ്യണം? അയാളുടെ ബ്രെത്ത്ലെസ്നെസ്, കഫ്, അങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം നമ്മൾ എടുക്കണം. അപ്പോൾ ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം, അതുപോലെ ശ്രദ്ധിക്കാനും. അത് നമ്മൾ എല്ലാ ഭാഗങ്ങളും, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രോഗത്തെക്കുറിച്ചുള്ള അറിവുള്ളവർക്ക് രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാവും. രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസീസിനെ പറ്റിയുള്ള ഒരു നോളജ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ ഒന്ന് എടുക്കാൻ കാരണം. അപ്പോൾ ഈ COPD എന്നല്ല, ഈ COPD കേസിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം മനസ്സിലാക്കും. ഇപ്പം റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ, അതായത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ലങ്സിനെ എഫക്റ്റ് ചെയ്യണു എന്ന് പറഞ്ഞാൽ നമ്മളപ്പം മനസ്സിലാക്കണം, നമ്മുടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്ന, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിജൻ ലെവൽ, ഈ ഓക്സിജൻ ലെവല് കുറഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിൽ കിട്ടുന്ന ഓക്സിജൻ ലെവലും കുറയും. അപ്പം അതിൻ്റെതായ ഒരു കുറവുണ്ടാവും, സ്കേഴ്സിറ്റി ഉണ്ടാവും. അപ്പം തീർച്ചയായിട്ടും ഏത് ഒരു സിസ്റ്റത്തിന്, ഏതൊരു ഓർഗനെ ബാധിക്കുന്നതാണെങ്കിൽ ആ ഓർഗൻ എന്ത് പർപ്പസാണ് അതിൻ്റെ എന്ന് മനസ്സിലാക്കി നമ്മളിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണ്, ആ ഓക്സിജൻ കുറവ് കൊണ്ട് എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സസ് ആയിട്ട് വരുമ്പോൾ എന്തെല്ലാം ഉണ്ടാവാം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വച്ചുകൊണ്ടും ആ രോഗിക്ക് കാണിക്കാവുന്ന ഏതെല്ലാം തരത്തിലുണ്ടോ അതെല്ലാം മനസ്സിലാക്കണം. അങ്ങനെയാണ് ഹൗ ടു ലിസൺ. അപ്പം വി മസ്റ്റ് ലിസൺ ദ കേസ് ബൈ വിച്ച്
ആ പേഷ്യൻറ്റിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, വെദർ ഇറ്റ് ഈസ് പെട്ടെന്ന് എമർജൻസി ആവശ്യമുണ്ടോ ഇല്ലേ, ഓക്സിജൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലെ ഇപ്പോൾ COPD കേസുകളാണ്, കാർഡിയക് ആയിട്ടുള്ള കംപ്ലയിൻസും അതിനിടയിൽ മിക്സ് ചെയ്ത് വരും. ചിലപ്പോൾ സിംറ്റംസ് ഒക്കെ ബ്രെത്ത്ലെസ്നെസ് ആയിരിക്കും. അപ്പം വി മസ്റ്റ് നോ വാട്ട് ദ ഡിസീസ് പെർസിസ്റ്റ് വിത്തിൻ ദ ബോഡി, ഹൗ ടു മാനേജ്. അതാണ് അടുത്തത്. ഒബ്സർവേഷൻ കിട്ടും. ഇനി ഹൗ ടു ടേക്ക് എ COPD കേസ് എന്നാണ് നമ്മളിപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ. COPD കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, നമ്മളെല്ലാ കേസുകളും എടുക്കുന്നത് നമ്മൾ എങ്ങനെയാ, എല്ലാ ക്രോണിക് കേസുകൾ എടുക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റിങ് കംപ്ലൈൻറ്റ് എടുക്കും. ആ പ്രസൻറ്റിങ് കംപ്ലൈൻറ്റ് കഴിഞ്ഞാൽ ആ പ്രസൻറ്റിങ് കംപ്ലൈൻറ്റിൽ കിട്ടുന്ന സിംറ്റംസിനെ നിങ്ങളെല്ലാവരും കേസ് ടേക്കിങ്ങിൽ ഏതൊരു സിംറ്റം കിട്ടിയാലും വി മസ്റ്റ് കൺവേർട്ട് ദാറ്റ് സിംറ്റം ഇൻ ടു എ കംപ്ലീറ്റ് ഫോം. That is it which possess the location, sensation, modality and concomitant trials. അപ്പം ഏതൊരു സിംറ്റം പേഷ്യൻ്റ് നമ്മുടെ മുമ്പിൽ പറയുമ്പോൾ ആ സിംറ്റമിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ഓരോ സിംറ്റമിനെയും കംപ്ലീറ്റ് ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യണം. ആ കൺവെർട്ട് ചെയ്ത് കിട്ടുമ്പോൾ ഈ COPD കേസിൽ അല്ലെങ്കിൽ ഈ ഒരു കേസിനെ ഇപ്പോൾ ശ്വാസം മുട്ട്, ചുമ എത്ര നാളായി ഡ്യൂറേഷൻ, ആ ഡ്യൂറേഷൻ നോക്കി അതിൻ്റെ ആ ഡ്യൂറേഷൻ കൊണ്ടുവരുന്ന അപ്പം അങ്ങനെയുള്ളതിൽ ഇപ്പം ലങ്സിൻ്റെ കംപ്ലൈൻറ്റ്, ഇപ്പം ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആണ്. ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ക്രോണിക് ഇൻഫ്ലമേഷൻ, അത് റിക്കറൻറ്റ് ടെൻഡൻസി ഉണ്ട്. ഓരോ പ്രാവശ്യവും കഫം ഉണ്ടാകുമ്പോൾ അനാവശ്യമായി കുറേ കഫം നമ്മുടെ ആൽവിയോളയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും. അതിന് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, എല്ലാവരും ശ്വാസം മുട്ട് വിഷമം വരുമ്പോഴേക്കും ഇൻഹേലേഴ്സ് ആണ്, ഇൻഹേലർ ഉപയോഗിക്കും. അവരതൊന്നും ഓർക്കില്ല. അപ്പം നമ്മൾ തന്നെ ചോദിച്ചാൽ തന്നെ അവർ പറയില്ല ഏത് ഇപ്പം ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല, അവരുടെ അപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനെ പറയുള്ളൂ. മറ്റത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവർക്ക് കുഴപ്പമില്ലാത്തത്. അപ്പം നമ്മൾ ഏതൊരു പേഷ്യൻ്റ് വന്നാലും ഏതെല്ലാം അവർ പറയാൻ സാധ്യതയില്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ചില സിംറ്റംസ് അവർ പറയില്ല. ഇപ്പം ഇങ്ങനെ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കലേ ബാക്കിയുള്ള പെർസിസ്റ്റൻറ്റ് സിംറ്റമിനെ നമ്മളോട് പറയുള്ളൂ. നമ്മുടെ കേസ് എടുക്കുന്നതിൽ ഒരിക്കലും അങ്ങനെ പാടില്ല, മനസ്സിലാവുണ്ടോ? അപ്പം അതുകൊണ്ട് ഈ കേസ് എടുക്കുമ്പോൾ ലങ്സിൻ്റെ കേസുകൾ പ്രത്യേകിച്ച് എടുക്കുമ്പോൾ ഓക്സിജനേഷൻ, അപ്പം നമ്മൾ ചുമ, ഇപ്പം കഫാവുമ്പോൾ അതിൻ്റെ ക്രോണിസിറ്റി, ഇതെല്ലാം അടുത്ത ക്ലാസ്സിൽ ശരിക്ക് എങ്ങനെയാണ് സിമിലറിറ്റിയിൽ വരുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ടച്ച് ചെയ്യാറ്. അപ്പോൾ നമുക്കിതിൽ കഫ് വന്നാൽ കഫ് തന്നെ there are enough various types of കഫ് ഇല്ലേ. ചുമ തന്നെ പലതരത്തിലുള്ള കഫുണ്ട്. ഈ ചുമ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിലിപ്പോൾ ബാർക്കിംഗ് കഫ് പല ടൈപ്പ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ ഈ എമർജൻസി ഹാൻഡ്ലിങ്, ദ നെക്സ്റ്റ് ഈസ് ഹൗ ടു ഹാൻഡിൽ എമർജൻസി. അടുത്ത ക്ലാസ്സിൽ കുറച്ചും പറയാം ഹൗ ടു ഹാൻഡിൽ എമർജൻസി ഹാൻഡ്ലിംഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ COPD കേസിൽ വളരെയധികം മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു പേഷ്യൻ്റ് നമ്മളെടുത്ത് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിൽ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും, അതെല്ലാം ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയുന്നവർക്ക് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഓക്സിജൻ കുറവിന് മാത്രം ഒരു മരുന്ന്, ഒരു മിനിറ്റ്, ഈ എമർജൻസി ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിജൻ നോക്കും അല്ലേ, ഓക്സിജൻ്റെ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ഓക്സിജൻ ഉണ്ടാക്കാവുന്ന വരുന്നവരുണ്ട്. ഓക്സിജൻ ഇപ്പോൾ ആസ്പിഡോസ്പെർമ, കാർബോവേറ്റബിലിസ്, ഇപ്പം നമ്മൾ സാധാരണ കോവിഡ് കേസുകൾക്കൊക്കെ നമ്മൾ വളരെ ഉപയോഗിച്ച ആസ്പിഡോസ്പെർമ അല്ലെങ്കിൽ കാർബോവേറ്റബിലിസ് ഇങ്ങനെ. അടുത്തത് ഈ ടൈം ലൈൻ മെത്തേഡാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഏതൊരു ക്രോണിക് കേസ് എടുക്കുമ്പോഴും നമ്മൾ ഏത് വയസ്സിലാണ്, ഏത് പ്രായത്തിലാണ് ആ രോഗം ഉണ്ടാകുന്നത്, അപ്പോഴത്തെ സിംറ്റംസ് റെക്കോർഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു 55-ാമത്തെ വയസ്സിലാണ് ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരണേ എന്ന് വിചാരിക്കുക. 55-ാമത്തെ വയസ്സിലാണെങ്കിൽ ആ ഉണ്ടാകുന്ന സിംറ്റംസിനെ മുഴുവൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് ഓരോന്നോരോന്ന് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും റീസെൻ്റായിട്ട് ഉണ്ടാകുന്ന രോഗം ഏതാണോ അതിൻ്റെ HPCയിലേക്ക് പോകണം. ഹിസ്റ്ററി ഓഫ് ദ പ്രസൻറ്റ് കംപ്ലൈൻറ്റ് ഓഫ് ദ റീസെൻറ്റ് ഒക്കേഡ് കേസ്. അതാണ് ആ ടൈം ലൈനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം ലങ്സ് ഓക്സിജൻ വളരെ കുറവാണ്.
ശ്വാസം മുട്ട് സഹിക്കാൻ പറ്റുന്നില്ല, അയാളുടെ ഇരിപ്പ് നടപ്പ് ഇപ്പൊ ഇരിക്കാനും നടക്കാനും പറ്റുന്നില്ല. അപ്പൊ ഈ എല്ലാം കൊണ്ട് എക്സോസ്റ്റഡ് സ്റ്റേറ്റിലാണ്, വളരെ മോശമായ ഒരു കണ്ടീഷനിലാണ് നിൽക്കണമെങ്കിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ പൾസ് BP എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലും ആ കണ്ടീഷനിൽ ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടായ ഇൻസിഡന്റ്, ചിലപ്പോൾ അതിന് മിക്കവാറും അവരൊരു 10 കൊല്ലമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. 10 കൊല്ലമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ 10 കൊല്ലം മുമ്പുണ്ടായ ഒരു ഇൻസിഡന്റ്, ഏതെങ്കിലും മെന്റൽ ട്രോമയോ അല്ലെങ്കിൽ ഫിസിക്കൽ ട്രോമയോ അല്ലെങ്കിൽ സൈഡ് സ്ഥലങ്ങൾ മാറുക അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിലാണ് വന്നിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് ഷുഡ് ഓൾസോ ബി കൺസിഡേർഡ് ദാറ്റ് അറ്റ് ദാറ്റ് ടൈം. അങ്ങനെ ഓരോ ഏജ് വൈസിലും നോക്കുന്നതിനെയാണ് നമ്മളിവിടെ ടൈം ലൈൻ മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ടൈം ലൈൻ മെത്തേഡിൽ നമ്മൾ കേസ് എടുത്തു കഴിയുമ്പോൾ, അതായത് ഏത് രോഗമാണ് ലാസ്റ്റ് ഉണ്ടായത്, ആ ഉണ്ടായ അസുഖം ത്തിന് തൊട്ട് മുൻപുണ്ടായ കോസ് ആയിരിക്കണം നമ്മുടെ ആദ്യത്തെ പരിഗണന. അതിന് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇതിലുണ്ടാകുന്ന അവസ്ഥകളുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ ഇൻഫ്ലമേറ്ററി സ്റ്റേജ്, നീർക്കെട്ട് മാത്രം മ്യൂക്കസ് മെംബ്രെയിൻസ് ഒക്കെ നീർക്കെട്ട് വന്നു, കഫം നിറഞ്ഞു, ശ്വാസം കിട്ടുന്നില്ല, കഫം പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻഫ്ലമേറ്ററി സ്റ്റേജ് ആണെങ്കിൽ ആ ഇൻഫ്ലമേറ്ററി റെമഡീസ് നമ്മുടെ കെൻ റെപ്പറട്ടറിയിലെ ജനറാലിറ്റീസിൽ ബാക്കിൽ ഇൻഫ്ലമേറ്ററി റെമഡീസ് തന്നെ എടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് ക്രോസ് വൈസ് ചെയ്ത് നോക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കും. അതേ സമയത്ത് ആ ഇൻഫ്ലമേറ്ററി റെമഡീസിന്റെ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻഫ്ലമേഷന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്, അത് കുറേം കൂടി കഴിഞ്ഞാൽ അതിന്റെ ഫങ്ഷൻ, അതായത് ഏതൊരു രോഗം വരുമ്പോഴും ആ രോഗത്തിന് ഫസ്റ്റ് നമുക്കുണ്ടാകുന്ന ഫങ്ഷണൽ ഡാമേജ് മീൻസ് ദ മെക്കാനിസം ഓൾട്ടറേഷൻ ഫസ്റ്റ് ഓക്കറിങ്, ദാറ്റ് ഈസ് ഫങ്ഷണൽ, ദാറ്റ് വി ആർ കോളിംഗ് ആസ് സോറിക് ജീനൈഡി. അവിടെയാണ് നമ്മൾ സോറിക് ജീനൈഡി എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ് വെയർ ദർ ഈസ് ഫങ്ഷണൽ ഓൾട്ടറേഷൻ ഈസ് സീൻ അറ്റ് ദ ഫസ്റ്റ് ലെവൽ, വി ആർ സെയിങ് ആസ് ദി സോറിക് ജീനൈഡി. ആ സോറിക് ജീനൈഡിയിലാണെങ്കിൽ ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആർ വെരി മച്ച് യൂസ്ഫുൾ. അപ്പൊ അതും ലങ്സിൽ ഉണ്ടാകുന്ന മെഡിസിൻസും ക്രോസ് വൈസ് ചെയ്താലും നിങ്ങൾക്ക് മരുന്നുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിൽ ഏതൊക്കെയാണ്, അത് ഈ ലങ്സിൽ കണ്ടീഷനും ഇതിന്റെ മൊഡാലിറ്റിയും ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. അതുപോലെ ഓരോന്ന് എടുക്കണം. ഈ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്. അപ്പം ഇത് ഒന്ന് ജസ്റ്റ് പറഞ്ഞ് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ടൈം തരില്ല. ഇതാണ് COPD ബേസിക് പാത്തോഫിസിയോളജി. ഫസ്റ്റ് റിസ്ക് ഫാക്ടേഴ്സ്. ഇപ്പോൾ ടുബാക്കോ സ്മോക്കിംഗ് ആണ്. സ്മോക്ക് ചെയ്യുമ്പോഴുള്ള കാര്യം സൂര്യ ഡോക്ടർ വിവരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്മോക്ക് ചെയ്യുന്ന ഒരാൾ അത് ലങ്സിലെത്തുന്നു, അതുകൊണ്ട് വരുന്ന ഇപ്പോൾ സലൈവയിൽ വരുന്ന മാറ്റങ്ങൾ, സലൈവ നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ചെയിൻ സ്മോക്കേഴ്സ് ആണ്. ഇപ്പോൾ സ്മോക്കിംഗ് അകത്ത് കയറുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കും, എല്ലാ ആൽവിയോളയിലും എയർ കയറുന്നതിന് പകരം ഈ ഫ്യൂംസ് ആണ് കയറുക. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഡിഫക്റ്റുകൾ, അതുപോലെ അതിനോടനുബന്ധിച്ച് വരുന്ന ഇപ്പൊ സ്മോക്കിംഗ് ആണ് നമ്മൾ സാധാരണ സ്മോക്കിംഗ് മാത്രമല്ല ടുബാക്കോ യൂസേഴ്സ് ആൻഡ് എവറിത്തിങ്, ഇതെല്ലാം നമുക്ക് ഇതിന്റെ അപ്പൊ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടാക്കാവുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അലർജിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, അലർജൻസ് ഏതെങ്കിലും ഉപയോഗിക്കുമ്പോഴോ ഇങ്ങനെയൊക്കെ വരാൻ സാധിക്കും. അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ ആരും ഒരു രോഗവും സഹിക്കാൻ തയ്യാറല്ല. ഒന്ന് കഫം ചുമച്ചു അല്ലെങ്കിൽ കഫം വന്നാൽ ഉടൻ തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് അവർ കംഫർട്ട് കിട്ടാൻ ഏത് വഴിയാണോ അത് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇൻഹേലറിലേക്കും മറ്റുള്ള കണ്ടീഷൻസിലേക്കൊക്കെ പോണത്. ഈ പോയി കഴിയുമ്പോൾ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് ഈ ഇൻഹേലേഴ്സ് ആയാലും റിപ്പീറ്റഡ് ആയിട്ട് ഈ ബ്രോങ്കോ ഡയലറ്റൻസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ബ്രോങ്കോ ഡയലറ്റ് ആയിട്ടുള്ള ഈ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ റിപ്പീറ്റഡ് ഡയലറ്റേഷൻ കോസിങ് the loosening of that elastic property is losing. ആ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ലൂസ് ചെയ്യുമ്പോൾ വീണ്ടും ആ ഇലാസ്റ്റിസിറ്റി അതിൻ്റെ ഡയമീറ്റർ കൂടിയ നിൽക്കുക. അങ്ങനെ ആവർത്തിച്ചു വരുമ്പോൾ അതിന് പഴയ സ്റ്റേജിലേക്ക് വരാൻ സാധിക്കാത്ത ഒരു കണ്ടീഷൻ. അപ്പൊ ടോട്ടലി എല്ലാ ഭാഗത്തും ആ ഒരു ഇൻഫ്ലെയിംഡ് സിറ്റുവേഷൻ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ചെറിയ ഒരു ബ്രോങ്കൈറ്റിസ്
അത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന മെഡിസിൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൃത്യമായ രീതിയിലെല്ലാം നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതൊരു സ്റ്റേറ്റിലേക്ക് കിടക്കും. ആ ക്രോണിക് സ്റ്റേറ്റിലേക്ക് കിടക്കുമ്പോൾ ഇപ്പൊ ആദ്യം ഉണ്ടാവുമ്പോൾ അതിലെ ഒരു ക്രോണിക് എയർവേ ഇൻഫ്ലമേഷൻ ഉണ്ടാവണം, ഒരു ഇൻഫ്ലമേറ്ററി. ആ ഇൻഫ്ലമേറ്ററി പ്രോസസ്സിന് നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുക്കണു എന്നുള്ളതാണ് ചികിത്സ. അവിടെ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ആ ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് കൃത്യമായ ഒരു ക്യൂർ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബ്രോങ്കൈറ്റിസ് കേസ് ആണെങ്കിൽ ആ ബ്രോങ്കൈറ്റിസ് കേസ്, ബ്രോങ്കൈറ്റിസ് അല്ല നമ്മൾ എടുക്കുന്ന സിംറ്റംസ് ഉണ്ട്. സിംറ്റംസ് എടുക്കുമ്പോൾ അത് അതിൻ്റെ ലൊക്കേഷൻ, സെൻസേഷൻ എല്ലാം എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെഡിസിൻ വെച്ച് കൊടുക്കാം. ആ കൊടുക്കുന്നതും അതും നമ്മൾ പ്രിൻസിപ്പിൾ ബേസിൽ തന്നെ കൊടുത്തുകൊണ്ട് എടുക്കുക. അപ്പൊ ക്രോണിക് എയർവേ ഇൻഫ്ലമേഷൻ വന്നു കഴിയുമ്പോൾ എന്തായി, ആ ഭാഗമൊക്കെ കുറച്ച് കുറഞ്ഞു. അപ്പൊ കഫം പോകുമ്പോൾ അവിടെ വീസിങ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത്രയും ഓക്സിജൻ കുറയുന്നു, നീർക്കെട്ട് അവിടെ പേഴ്സിസ്റ്റ് ചെയ്യുന്നു. ഈ നീർക്കെട്ട് പേഴ്സിസ്റ്റ് ചെയ്ത് എന്തുണ്ടാവും, നീർക്കെട്ട് വീണ്ടും കുറെ കാലം ആവർത്തിച്ചു വന്നു കഴിഞ്ഞാൽ അതൊരു ഇൻഡ്യൂറേറ്റഡ് സ്റ്റേജിൽ കട്ടിപിടിച്ചു കളയും. കട്ടിപിടിക്കുമ്പോഴാണ് ഇതെല്ലാം പതുക്കനെ നാരോയിങ് ആയി വരും. അതായത് ലങ്സിന്റെ പത്തോളജിയാണ് ഈ പറയുന്നത്. ലങ്സിന് അത് നാരോ ആയി കഴിയും തോറും എല്ലാ ഭാഗത്തേക്കും ഡിസ്റ്റന്റ് ആയിട്ടുള്ള സർക്കുലേഷൻ കുറയും. അതുമാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ശ്വാസം മുട്ട് വരുമ്പോൾ ചിലർക്ക് ഇരിക്കാം, ചിലർക്ക് നിൽക്കാം, ചിലർക്ക് മുമ്പിലേക്ക് തിരിയാം. ഇതെല്ലാം നമ്മുടെ മൊഡാലിറ്റി പോലെ നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ഫിസിക്സ് തിയറിയിൽ നമ്മുടെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ച് നമ്മുടെ ബോഡി ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കഫക്കെട്ട് മനസ്സിലാവും. അപ്പൊ നമ്മളിപ്പോൾ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ കഫം എവിടെയൊക്കെ കെട്ടി, ഏതെല്ലാം ഭാഗത്ത് നിൽക്കുന്നു, ഇയാളുടെ പോസ്ചർ എങ്ങനെയാണ്, ഇയാളുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇയാൾ താമസിക്കുന്നതാണ്, ഇയാളുടെ ഹാബിറ്റ്സ് എന്താണ്. അപ്പൊ ഈച്ച് ആൻഡ് എവരി എല്ലാ ഭാഗവും നമ്മൾ വിശദമാക്കി നോക്കി അതിൻ്റെ എക്സാക്ട് കോസിലേക്ക് തന്നെ പോകണം. എങ്കിൽ മാത്രമേ ശരിക്കും ക്യൂർ പോസിബിൾ ആവുള്ളൂ. എപ്പോഴും ഒരു ചുമയ്ക്ക് മരുന്ന് കൊടുക്കാനോ ചുമ മാറ്റാനോ ഒരു ക്രോണിക് ബ്രോങ്കൈറ്റിസ് മാറ്റിയെടുക്കാനൊക്കെ സാധിക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ മാറണമെങ്കിൽ we must go through according to the principles of organolepsy medicine. അതിൽ നമ്മളൊരു ക്രോണിക് കേസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് നമ്മൾ മെഡിസിൻ സെലക്ട് ചെയ്തത്, എങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയിൽ എത്തിയത്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി സിംഗിൾ റെമഡി എന്നുള്ളതല്ല. നമ്മൾ സാധാരണഗതിയിൽ ഡൈനാമിക് പ്രോസസ്സിൽ ട്രീറ്റ്മെന്റ് ചെയ്യാം, അതേ സമയത്ത് ഫിസിയോളജിക്കൽ അപ്രോച്ച് എടുക്കാം. ഇപ്പോൾ ഓക്സിജൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മെഡിസിൻ ഈവൻ വി ആർ നോയിങ് ദാറ്റ് ഡൈനാമിക് റെമഡി, ആ സമയത്ത് നമുക്കൊരു പാത്തോഫിസിയോളജിക്കലായിട്ട് ആസ്പിഡോസ്പെർമിയാണ്, അല്ലെങ്കിൽ ആന്റിടാർട്ടാണ്, അല്ലെങ്കിൽ ആന്റിക്രൂഡാണ്, അല്ലെങ്കിൽ അമോണിയം കാർബാണ്, ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ബട്ട് ഇറ്റ് ഈസ് ഹാവിങ് ഇറ്റ്സ് ഓൺ, അതിൻ്റെതായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും ആ ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ ഇൻഫ്ലമേറ്റീവിലേക്ക് ആയി കടത്താതിരിക്കാൻ ശ്രമിക്കുക. ക്രോണിക് കേസിലേക്ക് പോകരുത്. ക്രോണിക് കേസിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുത്താൽ മാത്രം മതിയോ? പോരാ. അതിനോട് പ്രൊവോക്കിംഗ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള അതിനോട് അനുബന്ധിച്ച കാര്യങ്ങൾ നിർത്താൻ പറയണം, അല്ലെങ്കിൽ അതൊക്കെ കൊടുക്കേണ്ട പ്രോപ്പർ അഡ്വൈസ് കൊടുക്കണം. അഡ്വൈസ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി മസ്റ്റ് നോ ദ പാത്തോളജി വിച്ച് ഈസ് ഓക്കറിംഗ് വിത്തിൻ ദ ബോഡി. ബോഡിയുടെ അകത്ത് നടക്കുന്ന പാത്തോളജി അറിഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമായി ഇന്ന രീതിയിൽ നിങ്ങളത് ചെയ്യണം, ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഏതൊരു രോഗി നമ്മുടെ മുന്നിൽ വന്നാലും ആ രോഗിക്ക് നമ്മൾ ഡയറക്ഷൻ കൊടുക്കണമെങ്കിൽ ആ രോഗത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് എയർവേ ഒബ്സ്ട്രക്ഷൻ കഴിഞ്ഞാൽ. പിന്നെ അടുത്തത് ആൽവിയോളാർ ഡിസ്ട്രക്ഷൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് അവസാനം പറയുമ്പോൾ ആൽവിയോള, ഇപ്പം നേരത്തെ അനാറ്റമി പറഞ്ഞു കഴിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആൽവിയോളയിൽ എത്തിക്കഴിയുമ്പോൾ ആൽവിയോള ഇല്ലാതെ. അപ്പൊ ആൽവിയോള എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഇത് കഴിഞ്ഞാൽ അവിടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ചാണ് വരുന്നത്. ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് വരുമ്പോൾ എന്താണ്, അവിടെ പെർമിയബിലിറ്റി, അതായത് ഇവിടെ നിന്നുള്ള ഓക്സിജൻ അങ്ങോട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ടുമായിട്ട് വരുന്ന ആ പ്രോസസ്സിനെല്ലാം ഡീജനറേറ്റീവ് പ്രോസസ് നടക്കണം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഏതാണ്, സോറിക് ജീൻ ഐ ഡി ആണ് ഇൻഫ്ലമേറ്ററി പ്രോസസ് എങ്കിൽ, രണ്ടാമത്തത് സൈക്കോട്ടിക് ജീൻ ഐ ഡി ആണ് ഇൻഡ്യൂറേറ്റീവ് സ്റ്റേജ് എങ്കിൽ, അടുത്തത് സിഫ്രിറ്റിക് ടെൻഡൻസിയിലേക്ക് പോവുകയാണ്, സിഫ്രിറ്റിക് ജീൻ ഐ ഡിയിലേക്ക് വരികയാണ്. അതായത് ഇൻഫ്ലമേഷൻ കഴിഞ്ഞാൽ അത് വീണ്ടും അത് കട്ടിപിടിച്ച് ഇൻഡ്യൂറേറ്റീവ് സ്റ്റേജിലേക്ക് കിടക്കും. അത് കഴിഞ്ഞാൽ അത് ക്രോണിക് സ്റ്റേജിലെ അൾസറേറ്റീവ് കണ്ടീഷനിലേക്ക്. അപ്പൊ നമുക്ക് സോറിക് ജീൻ ഐ ഡി, സൈക്കോട്ടിക് ജീൻ ഐ ഡി ആൻഡ് സിഫ്രിറ്റിക് ജീൻ ഐ ഡി, ഈ 3 ദശയിലും ഇതിനെ നമ്മൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ റെമഡി സോറിക് ജീൻ ഐ ഡിയിൽ എടുക്കുമ്പോൾ ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉപയോഗിക്കുക. ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കിട്ടും ഇൻഫ്ലമേഷൻ, മ്യൂക്കസ് മെംബ്രെയിൻസ്, മ്യൂക്കസ് സെക്രീഷൻ ഇൻക്രീസ്, ഇതെല്ലാം കെൻട്രപ്പർട്ടിയിലെ ബാക്കിൽ റൂബ്രിക്കൽ, മ്യൂക്കസ് സെക്രീഷൻ ഇൻക്രീസ് അല്ലെങ്കിൽ ഡ്രൈ, ഇതെല്ലാം നമുക്ക് അവിടെ കിട്ടും. അപ്പൊ ഇൻഫ്ലമേറ്ററി സ്റ്റേജിൽ അതിന്റെ ഫങ്ഷണൽ ഓൾട്ടറേഷൻ ആണ് ഉണ്ടാവുന്നത്. അതിന്റെ ആദ്യം മെക്കാനിസം ഡാമേജ് ചെയ്യുമ്പോൾ തന്നെ അതിന് സ്ട്രക്ചറൽ ഡാമേജ്
കൂടാതിരിക്കാൻ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കണം. സ്ട്രക്ചറൽ ഡാമേജ് വരാതിരിക്കണമെങ്കിൽ ആ ആളുടെ എല്ലാ കണ്ടീഷനും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് വരുന്നത് ഇൻഡ്യൂറേറ്റീവ് സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ സൈക്കോട്ടിക് റെമഡീസ് നമുക്ക് ഉപയോഗിക്കാം. സൈക്കോട്ടിക് റെമഡീസ് വരുമ്പോൾ അത് ഇൻഡ്യൂറേറ്റീവ് അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും. അത് ഇതുപോലെ തന്നെ സെക്രീഷൻ, ഇൻക്രീസ്ഡ് മ്യൂക്കസ് സെക്രീഷൻ എന്നുള്ളത് കണ്ടീഷൻ പോലെ ജനറാലിറ്റീസ് കവർ ചെയ്യണം, സിംറ്റംസ് എടുത്തു പോകണം. ഇത് ലാസ്റ്റ് വരുമ്പോൾ വരൂട്ടോ, അടുത്ത മെറ്റമേഡിക്ക് വരുമ്പോൾ വരും. ഞാനിത് വെറുതെ ഒന്ന് ടൈം വളരെ പരിമിതി ആയതുകൊണ്ട് ഫാസ്റ്റായിട്ട് പോവുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടി ക്ലിയർ ആക്കി തരാം. അടുത്തത് ആൽവിയോളാർ ഡിസ്ട്രക്ഷൻ. ആ ഡിസ്ട്രക്ഷൻ വന്നപ്പോൾ എന്തായി, സിഫിലിറ്റിക് ജീൻ ഐഡിയിലേക്ക് കടന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ആന്റി സിഫിലിറ്റിക് ഡ്രഗ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറ്റ വാക്കിൽ ഇൻഫ്ലമേഷൻ, ഇൻഡ്യൂറേഷൻ, അൾസറേഷൻ, സോറിക്, സൈക്കോട്ടിക്, സിഫിലിറ്റിക്. ഇതെല്ലാം നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ എന്നുള്ള റെമഡീസ് കിട്ടും, ഇൻഡ്യൂറേഷൻ എന്നുള്ള റെമഡീസ് കിട്ടും, അൾസറേഷൻ എന്നുള്ള റെമഡീസ് കിട്ടും. ഇത് കെൻട്രപ്പറ്റൽ ജനറാലിറ്റീസിൽ ഈ തരത്തിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ നിങ്ങൾ പാത്തോളജി, ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു രോഗത്തിൽ ഏതൊരു കേസ് എടുക്കുമ്പോഴും അണ്ടർസ്റ്റാൻഡ് ദ പേഷ്യൻ്റ് എന്നാണ്. പേഷ്യൻറ്റിനെ മനസ്സിലാക്കണം. പേഷ്യൻറ്റിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നേച്ചർ ഓഫ് ദ പേഷ്യൻറ്റ്, ദ ടെമ്പറമെന്റ് ഓഫ് ദ പേഷ്യൻറ്റ്, ക്യാരക്ടർ ഓഫ് ദ പേഷ്യൻറ്റ്. ഇത് മൂന്നും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ? വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പേഷ്യൻറ്റ്. ഈ പേഷ്യൻറ്റിനെ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതിയോ? പോരാ. പേഷ്യൻറ്റിനെ മാത്രം മനസ്സിലാക്കുന്ന സ്ഥാനത്ത് അത് കഴിഞ്ഞ് നമ്മൾ ഡിസീസിനെ മനസ്സിലാക്കണം. ഡിസീസ് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ്? കോസ് മനസ്സിലാക്കണം, എഫക്റ്റ് മനസ്സിലാക്കണം, സ്ഫിയർ മനസ്സിലാക്കണം, സ്ഫിയർ ഓഫ് ആക്ഷൻ. ഇത് മൂന്നും മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ തെർമല്, അഫിനിറ്റി ആൻഡ് മയാസം, ഈ മൂന്ന് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ വിശദമായി ഞാൻ ഈ പറയുന്ന രീതിയിൽ അടുത്ത ക്ലാസ്സിൽ മെൻഷൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കൃത്യമായി ഒന്ന് പഠിച്ചു വന്നാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു ചുമയുള്ള ഒരാൾ വന്നു, കഫ്, ശ്വാസം മുട്ട്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, ആ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അടിയിലെഴുതി, ഇങ്ങനെ ഓരോ സിംറ്റം എടുക്കുക. അപ്പൊ ഏതൊരു രോഗത്തിന്റെ സിംറ്റം എടുക്കുമ്പോഴും അത് ഉണ്ടാകാൻ കാരണമായ അല്ലെങ്കിൽ ഏത് ഡിസീസിനാണ് എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അതിനും കോട്ടം വരാതെ നോക്കിക്കൊണ്ടിരുന്നാൽ ഹെൽത്ത് നിങ്ങൾക്ക് ട്രസ്റ്റഡ്. അപ്പം മാത്രമേ നമുക്ക് ഫസ്റ്റ് അഫോറിസം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിഷ്യൻസ് ആൻഡ് ഓൺലി മിഷൻ ഈസ് ടു റീസ്റ്റോർ ദ സിക്ക് ടു ഹെൽത്ത്, ടു ക്യൂർ ആസ് ഇറ്റ് ഈസ് ടു. നമ്മൾ ചെയ്യണമെങ്കിൽ ഏതൊരു കണ്ടീഷനിലാണോ സിക്ക് പേഴ്സൺ, ആ സിക്ക് പേഴ്സൺ ഏതൊരു കണ്ടീഷനിൽ നിന്ന് എത്ര തരത്തിലുള്ള ഓൾട്ടറേഷൻസ് ആ സിക്ക് അവസ്ഥയിലേക്ക് വന്നുവോ അതിനെ റീകൂപ്പ് ചെയ്ത് അതിൻ്റെ ആ ആദ്യത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയിരിക്കണം. ദാറ്റ് ഈസ് വിച്ച് ഈസ് മെൻഷൻ ഇൻ ദ ഫസ്റ്റ് അഫോറിസം ഓഫ് ഓർഗാനോ. ഫിസിഷ്യൻസ് ആൻഡ് ഓൺലി മിഷൻ ഈസ് ടു റിസ്റ്റോർ ദ സിക്ക് ടു ഹെൽത്ത്, ടു ക്യൂർ ആസ് ഇറ്റ് ഈസ് ടു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കണത് ഏതൊക്കെയാണ്? രണ്ട് കാര്യങ്ങളെ നമ്മൾ നോക്കുന്നു. ഇഫ് ദ ഫിസിഷ്യൻ ക്ലിയർലി പെർസീവ്സ് വാട്ട് ഈസ് ടു ബി ക്യൂർഡ് ഇൻ ഡിസീസസ്, എന്താണ് രോഗത്തിൽ എന്താണ് മാറ്റേണ്ടത് എന്നാണ്. വാട്ട് ഈസ് ടു ബി ക്യൂർഡ് ഇൻ ഡിസീസസ്, ദാറ്റ് ഈസ് ടു സേ ഇൻ ഈച്ച് ഇൻഡിവിജ്വൽ കേസ്. അതേപോലെ ഇഫ് ദ ഫിസിഷ്യൻ എന്താണ് പറയുന്നത്, വാട്ട് ഈസ് ക്യൂറേറ്റീവ് ഇൻ മെഡിസിൻ. ക്യൂറേറ്റീവ് ഇൻ മെഡിസിൻ, വാട്ട് ഈസ് എ ക്യൂറേറ്റീവ് പ്രോപ്പർട്ടി വിച്ച് ഈസ് ഹിഡൻ വിത്തിൻ ദാറ്റ് ഡ്രഗ്. ഒരു ഡ്രഗിൽ ഏതാണോ അതിൻ്റെ ക്യൂറേറ്റീവ് പ്രോപ്പർട്ടി അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനെ മനസ്സിലാക്കണമെങ്കിലും ഈ രണ്ട് കണ്ടീഷൻ, അപ്പം രോഗത്തെ അറിയണം, മരുന്നിനെ അറിയണം. ഇത് രണ്ടും ഒരേപോലെ തന്നെ നിങ്ങൾ കേസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കാതെ വരില്ല. പക്ഷെ എന്ത് വേണം? നമ്മൾ ഇതുപോലെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിരിക്കണം. അത് കൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ എന്താണ്, ആൽവിയോളാർ ഡിസ്ട്രക്ഷൻ വന്നാൽ എന്തുണ്ടാവും? പെർമിയബിലിറ്റി നടക്കും, ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കും. അപ്പൊ ആൽവിയോളാർ ഡിസ്ട്രക്ഷൻ വരുന്നു. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഡിസ്ട്രോയ് ചെയ്തൊരു ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു COPD പഠിച്ചാൽ വളരെ ക്രോണിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കില്ല. അപ്പൊ അവരിങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് നടക്കും, കുറെ ഇൻഹേലറോ മറ്റുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കും. പക്ഷെ ആ കണ്ടീഷൻ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഓക്സിജൻ കുറയുമ്പോൾ എന്തുണ്ടാവും? സൈനോസിസോ മറ്റേ ക്ലബിങ്ങോ, ഇതെല്ലാം ക്ലബിങ് ഓഫ് ഫിംഗേഴ്സ്, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. എന്താ കാരണം? പെരിഫറൽ സർക്കുലേഷൻ ഡാമേജ് ആണ്. പെരിഫറൽ ഭാഗത്തേക്കുള്ളതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ആൽവിയോളർ. അപ്പൊ നമ്മൾ കേസ് ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അത് ഏത് കണ്ടീഷനിലാണ് നിൽക്കണമെങ്കിൽ. അടുത്ത് വരുന്നത്, ഇതുകൊണ്ട് എന്തുണ്ടാവും? ഈ ബ്ലോക്ക് വരുമ്പോൾ എന്താണ്ടാവും? എയർ കയറിയാൽ അത് ഇൻഫ്ലേറ്റ്, കൂടുതലായിട്ട് അങ്ങോട്ട്
ഹൈപ്പർ ആയിട്ട് കണ്ടമാനം വീർത്തിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്തായി, വീണ്ടും അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടണം. കുറേ നാള് ഇങ്ങനെ വീർത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായി, അവിടെ ഇലാസ്റ്റിസിറ്റി റീകോയിലിംഗ് കപ്പാസിറ്റി കുറയും. അപ്പോൾ ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് നീണ്ടു പോയിക്കൊണ്ടിരുന്നാൽ, അതുപോലെ അതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും ഇത് ഒരു ക്രോണിക് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞ് ലങ്സില് ഈ പറയുന്ന എല്ലാം, ആദ്യം എയർവേ ഇൻഫ്ലമേഷൻ ഉണ്ടായി, പിന്നെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവണം, അതുകൂടാണ്ട് ഡിസ്ട്രക്ഷൻ വരുന്നു, ഇത് കഴിഞ്ഞാൽ ഇത് ഇൻഫ്ലെയിം ചെയ്യുന്നു, ഇത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് മോശമായി അവിടെ നമുക്ക് ഓക്സിജൻ കുറവും വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് നോക്കിക്കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ സാധാരണഗതിയിൽ നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനിൽ ഇപ്പോൾ ഒരു ക്രോണിക് ബ്രോങ്കൈറ്റിസ് കേസ് പറയുകയാണെങ്കിൽ ഏതൊരു പേഷ്യൻറ്റും കുറയുന്നത് വരെ ചുമ ഒന്ന് മാറി നടക്കാറായാൽ പിന്നെ അവിടെ വിടും. നമ്മളും അത്രയും കെയർഫുള്ളായിട്ട് പോയിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് കേസുകൾ, ഇത്തരം കേസുകളെ നമ്മൾ ഇതുപോലെ തന്നെ എടുക്കണം. നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഇപ്പൊ സമയം ഞാൻ നോക്കിയിട്ടാണ് ചെയ്തിരുന്നത് ഫാസ്റ്റ് ആയിട്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാനുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. കൂടുതലായിട്ട് പറയാൻ സമയം ലിമിറ്റ് വന്നതുകൊണ്ടും ഒക്കെയാണ്. ഇതിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ആരും ഹാൻഡ് റൈസ് ചെയ്യുന്നില്ലെങ്കിൽ ബാക്കി ഒരു 5 മിനിറ്റൂടെ ഒക്കെ ക്ലാസ് എടുക്കായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ജയലളിത ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തോളൂ. സർ, മറിയാമ്മ ഡോക്ടറെ താങ്ക് യു. എന്നെ വിളിച്ചതിന് താങ്ക്സ്. കൃഷ്ണ ഡോക്ടറെ നമസ്കാരം. എന്തായാലും സാറിന്റെ ക്ലാസ് നന്നായിരുന്നു. സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു. സാറ് IAPH വന്ന് ക്ലാസ് എടുത്തതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ എന്തായാലും അതിന്റെ പാത്തോളജി, ഫിസിയോളജി എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. ഇനി വരുന്ന സെഷനും നല്ലതായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം ഞാനിതൊക്കെ അറ്റൻഡ് ചെയ്തേക്കണ ആളാണ്, അതൊന്നും മറന്നിട്ടൊന്നുമില്ല. അപ്പോ ഞാനും ഇതുപോലെ തന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു സോറിയാസിന്റെ കുറച്ച് കാര്യങ്ങളും ഗ്രൂപ്പിൽ ഇവിടെ IAPH വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിന് ഓർമ്മയുണ്ടോന്നാവോ, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു സെഷൻ നന്നായിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരെ വന്ന് ഇങ്ങനെ ക്ലാസ് എടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് വിദ്യ എന്ന് പറയുന്നത് അത് പകരാനുള്ളതാണല്ലോ, അറിവ് പകരും തോറും കൂടുന്നല്ലേ. അപ്പൊ എന്തായാലും ഞാനും ചെയ്തിരുന്നു അതൊക്കെ തന്നെ. ഒരു സോറിയാസിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതെന്തായാലും നല്ലൊരു സെഷനായി സാറിന്റെ. ഇനി ബാക്കിയുള്ളതും വീണ്ടും പെട്ടെന്ന് വരുന്നുള്ളൊരു പ്രതീക്ഷയോടെ നിർത്തുന്നു. ഓക്കെ സാർ. സമയത്തിന്റെ പരിധിയും മറ്റേ നേരത്തെ പറഞ്ഞതുകൊണ്ടും ക്ലാസ് കേസ് ടേക്കിംഗ് എനിക്ക് വന്നില്ല. സമയം ഉണ്ടെങ്കിൽ വേറെ എടുക്കാന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതായത് ഏറ്റവും പ്രധാനമുള്ളത് ഈ COPD കേസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു 3-4 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു അറ്റം തൊട്ട് തുടങ്ങാൻ സാധിക്കുള്ളൂ. നമ്മൾ ഈ ലിമിറ്റഡ് നമ്പറും. പക്ഷെ ഈ ആദ്യത്തെ സ്ട്രക്ചറിൽ സൂര്യ ഡോക്ടർ പറഞ്ഞത് പറയാതെ പറഞ്ഞിട്ട് കാര്യമില്ലോ വെച്ചിട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. അപ്പൊ ഇനി പറയാനുള്ളത് എങ്ങനെ വെച്ചാൽ ക്ഷമിക്കും. ഇനി ഒരു ഡോക്ടറോട് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഷീല ഡോക്ടർ എന്താണെന്ന് ചോദിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. വളരെ നല്ല ഒരു ക്ലാസ് തന്നെയായിരുന്നു. എന്റെ സംശയം ഡോക്ടറെ, അപ്പം എംഫസീമ വരുമ്പോഴത്തേക്ക് അതൊരു 3rd സ്റ്റേജ് ആയല്ലോ, അതായത് ഡിസ്ട്രക്റ്റീവിലോട്ട് വന്നു. അപ്പം നമ്മൾ സിഫിലിറ്റിക്, ആന്റി സിഫിലിറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് കൊടുക്കണം എന്നാണോ ഡോക്ടർ ഉദ്ദേശിച്ചത്? അതെ, അല്ല, ആന്റി സിഫിലിറ്റിക് എന്നല്ല. നമ്മളെപ്പോഴും ഏത് രോഗം വരുമ്പോഴും നമ്മൾ ആന്റി സിഫിലിറ്റിക് എന്നുള്ള വാക്കൊക്കെ വിടും. നമ്മൾ ആ കേസ് എങ്ങനെയാണ് നിൽക്കണത്. ഇപ്പൊ എംഫിസീമ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഏരിയ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ളത് പ്രധാനമല്ലേ. നമ്മളെ ലങ്സ് മുഴുവൻ വർക്ക് ചെയ്താല് നടക്കുന്നവരാണോ ഇപ്പൊ നടക്കുന്നത്? കുറച്ച് ലങ്സിന്റെ ഭാഗം വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇന്നല്ലേ. അപ്പൊ എംഫിസിമാറ്റസ് ആൽവിയോളെ അനവധി ഉണ്ടെങ്കിലും ബാക്കിയുള്ളത് വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് ആന്റി സിഫിലിറ്റിക് വേണമെന്നല്ല. Where there is destructive process, you can select
ഈ സിംഫ്ലിറ്റിക് ബാക്ടീരിയ എളുപ്പത്തിന് കുറച്ച് മരുന്നിന്റെ ലിസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? ആ നമ്മളിപ്പോ ഓക്കെ ഏതൊരു മെഡിസിൻ എടുക്കുമ്പോഴും അതിന്റെ സിംറ്റമിനെ കംപ്ലീറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം. അതെ വിത്തൗട്ട് കൺവേർഷൻ ആ കിട്ടുന്ന പോയിന്റ് ഇൻകംപ്ലീറ്റ് ആണ് എന്ന് വിചാരിക്കുക. ഇപ്പൊ എല്ലാ രോഗത്തിനും എല്ലാ സിംറ്റമിനും നമുക്ക് കംപ്ലീറ്റ് ഫോമിലേക്ക് കിട്ടിക്കൊള്ളുന്നുണ്ടോ? ഇല്ല. ഇല്ല അങ്ങനെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ബാക്കി ഫിസിക്കൽ ജനറൽസോ മെന്റൽ ജനറൽസോ പെർട്ടിക്കുലേഴ്സോ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ ഭാഗം എടുത്ത് അതിന് കിട്ടുന്ന മെഡിസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക, അല്ലേ? ആ അതെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്ട്രെസ്സീവായിട്ട് സിമിലർ റെമഡീസ് വരുന്ന സമയത്ത് സിഫ്ലിറ്റിക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഈ ഡീജനറേറ്റീവ് സ്റ്റേറ്റ്സിനെ മാറ്റാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഓ കുറച്ചുകൂടി സെലക്ഷൻ എളുപ്പമുണ്ടാവും. അത് വിചാരിച്ച് ഓക്കെ സൈക്കോട്ടിക് എഫക്റ്റീവ് അല്ലാന്നല്ല. യു ക്യാൻ പ്രിഫർ ദാറ്റ് ആന്റിസിഫിലിറ്റിക്. ദാറ്റ്സ് ഓൾ. ദാറ്റ് വാട്ട് ഐ മീൻ. അതായത് ഡിസീസിന്റെ സ്റ്റേജ് അനുസരിച്ചിട്ട് നമുക്കത് മാറ്റം വരും. സോറി കാറ്റഗറി ആണോ സൈക്കോട്ടിക് കാറ്റഗറി ആണോ സിഫിലിറ്റിക് കാറ്റഗറി ആണോ എന്ന് നമുക്ക് ഒന്ന് ചെയ്യാൻ അസൈൻ ചെയ്യാം. ഇതിൽ ഏറ്റവും എളുപ്പമുണ്ട് ഡോക്ടറെ. അതായത് സോറിക്കാണ് ഫങ്ഷണൽ ഓൾട്ടറേഷൻ ആണെങ്കിൽ സോറിക് സ്റ്റേറ്റ് ആണല്ലോ. മദർ മയസം നമ്മുടെ സോറിക്കല്ലേ, സോറയല്ലേ? അപ്പൊ അതെ ഫങ്ഷണൽ ഓൾട്ടറേഷൻ വരുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ സോറ. അത് കുറെ നാൾ നിന്ന് കഴിഞ്ഞാൽ അത് കട്ടിപിടിക്കില്ലേ? ദാറ്റ് ഈസ് ഇൻഡ്യൂറേറ്റീവ്. ദാറ്റ് വിച്ച് കംസ് ആസ് ദ സൈക്കോട്ടിക്. ഞാനൊരു എളുപ്പത്തിൽ പറയുന്നതാണ്. ഇൻഡ്യൂറേറ്റീവ്. ഓക്കെ അത് വീണ്ടും അങ്ങനെ തന്നെ ഇൻഡ്യൂറേറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേജ് അൾസറേഷൻ അല്ലേ? ഫസ്റ്റ് ഇറിറ്റേഷൻ, ദെൻ ഇൻഫ്ലമേഷൻ, ദെൻ ഇൻഡ്യൂറേഷൻ, ദെൻ അൾസറേഷൻ. ഈ സ്റ്റേജിനിടയിലാണ് നമുക്കിപ്പോൾ നമ്മുടെ മയസം പറയുമ്പോൾ സൈക്കോട്ടിക് എന്ന് പറയുന്നത് സോറ സൈക്കോട്ടിക്, അതിനിടയ്ക്ക് ട്യൂബർക്കുലാർ വരും, അല്ലേ? ട്യൂബർക്കുലാർ വരും. ഇത് കഴിഞ്ഞിട്ട് ഈ അൾസറേറ്റീവ് കഴിഞ്ഞിട്ട് കാർസിനോസിൻ വരും, അല്ലേ? ക്യാൻസർ മയസം, ഇങ്ങനെയൊക്കെ വരും. അപ്പൊ നമ്മൾ ഈ 5 മയസത്തിനെയും കൺസിഡർ പോണെങ്കിൽ അതിന് കുറെ മാധ്യമം ഒരു തരമുണ്ട് അതിന്. അത് നമുക്ക് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സും കൂടി കഴിയട്ടെ. അടുത്ത ക്ലാസ്സിലാണ് നിങ്ങൾക്ക് ശരിക്ക് തരാൻ സാധിക്കുള്ളൂ. കാരണം അവിടെ നമുക്ക് മെത്തേഡ് ഉണ്ട്. അപ്പൊ മനസ്സിലാവും. ഓക്കെ ഇനി ആരും ആൻഡ്രൈസ് ചെയ്തിട്ടില്ല. സാറേ, ഈ നമുക്കിപ്പം സ്മോക്കിങ്ങും ഫാക്ടറി ഇതും അലർജി പറഞ്ഞു. ഈ ലേഡീസിൽ ഇങ്ങനെ കൂടുതൽ ഉണ്ടാകുന്നുണ്ടല്ലോ, അത് ഈ പാസീവ് സ്മോക്കിംഗ് കൊണ്ടാകാമോ അത് അല്ലാതെ തന്നെ വരാമോ? ഇന്ന് എല്ലാവർക്കും ആവശ്യം എന്താണ്? ഇപ്പൊ സാധാരണഗതിയിൽ കംഫർട്ടാണ്, നമുക്ക് ഏറ്റവും സുഖമാണ് ആവശ്യം, അല്ലേ? അപ്പൊ നമ്മുടെ പോസ്ചർ ഒരു പ്രധാന ഘടകമാണ്. നമ്മുടെ സാധാരണ ഈ വെർട്ടിബ്രൽ കോളുണ്ട്. വെർട്ടിബ്രൽ കോളൊക്കെ ശരിക്കും ഒരു ആസ്മാറ്റിക് പേഷ്യന്റ് വെർട്ടിബ്രലൊക്കെ എങ്ങനെ നിൽക്കുക? നമ്മളീ ശ്വാസം മുട്ട് വലിക്കുന്ന ആൾക്കാരുടെ പിഗ്യോൺ ചെസ്റ്റ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ ഇത്തരത്തില് നമ്മൾ കുറച്ച് വലിച്ചാലും എത്രത്തോളം പണിയെടുക്കില്ല, എക്സസൈസ് ഇല്ല, ലാക്ക് ഓഫ് എക്സസൈസ്. ഇപ്പൊ ലേഡീസിനാണെങ്കിൽ ലാക്ക് ഓഫ് എക്സസൈസ്, ഇഷ്ടം പോലെ കോസ്മെറ്റിക് ഐറ്റംസ് യൂസേജ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വേറെ വരും. ആ കാരണങ്ങളിൽ മാത്രമല്ല സഫർ ചെയ്യാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കണേ. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ നാച്ചുറലിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് എപ്പോൾ നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്യുന്നു അപ്പോഴെല്ലാം പ്രോബ്ലം. അപ്പൊ ഫിമെയിൽ ആണെന്ന് വെച്ചാൽ, ഫിമെയിൽ ആണെങ്കിൽ ഇപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം ഹോർമോണൽ ബാലൻസ് കൊണ്ട് ഉണ്ടാകുന്നു. പിന്നെ അത് മാത്രമല്ല, ഏതൊരു ട്രീറ്റ്മെന്റ് ചെന്ന് കഴിഞ്ഞിട്ടും ചുമക്ക് വന്നു കഴിഞ്ഞാൽ ചുമക്ക് എടുക്കുന്ന മരുന്നിന്റെ മെഡിസിൻസ് പ്രധാനമല്ലേ? ഇപ്പോൾ സ്റ്റെറോയിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡോക്ടറാണ് ചെയ്തത്, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പൊ നമ്മളെപ്പോഴും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കൃത്യമായി മനസ്സിലാക്കി ചെയ്യാം. പിന്നെ മനുഷ്യന് വേണ്ടതെല്ലാം ചെയ്യുന്ന ലേഡീസ് ആണോ നോക്കുക. അതായത് നമ്മൾ നാച്ചുറലിൽ നിന്ന് മാറുന്നത് എപ്പോഴാണോ, വേർ വി ആർ ഡീവിയേറ്റിംഗ് ഫ്രം ദ നാച്ചുറൽ പ്രിൻസിപ്പിൾ, അവിടെ എല്ലാം പോസിബിലിറ്റീസ് ഫോർ ദി ഒക്കറൻസ് ഓഫ് ഡിസീസ്, രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ടാവും, അല്ലേ? ശരിയല്ലേ? ഏത് രോഗം വരണമെങ്കിലും ആ നാച്ചുറൽ പ്രോസസ് ഉണ്ട്. പ്രത്യേകിച്ച് ഹോമിയോപ്പതിക്ക് അത് പഠിക്കാതെ പറ്റൂല. കാരണം ഹോമിയോപ്പതി ബേസ്ഡ് അപ്പോൺ ദ നാച്ചുറൽ ലോ ആണ്, അല്ലേ? നമ്മൾ പഠിച്ചിരിക്കുന്നത് നാച്ചുറൽ പ്രകൃതി നിയമം. ഇപ്പൊ തെർമൽ, ഇപ്പൊ തണുപ്പ്, ചൂട്, ഓരോ കാലാവസ്ഥ വരുമ്പോഴും ഇന്റേണൽ മാറ്റങ്ങൾ വരികയാണ്. ശരീരത്തിനകത്ത് തണുപ്പ് വരുന്ന സമയത്ത് വാസോ കൺസ്ട്രിക്ഷൻ വരും, ചൂടുള്ള സമയത്ത് വാസോ ഡയലിറ്റേഷൻ വരും. അപ്പോൾ നമ്മുടെ ശരീരം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? അപ്പൊ നമ്മുടെ ജീവിത ശൈലി, ലൈഫ് സ്റ്റൈൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ജീവിക്കുന്ന രീതി, നമ്മുടെ ഭക്ഷണ രീതി, നമ്മൾ ചിന്തിക്കുന്ന രീതി. എൻ്റെ അഭിപ്രായത്തിൽ രോഗങ്ങൾ എല്ലാത്തിനും 3 തരത്തിലാണ് രോഗത്തിന്റെ കോസസ്. ഒന്നാമത്തത് ഫിസിക്കൽ, ശാരീരികമായിട്ടാണ്
ഫിസിക്കൽ നമ്മളെങ്ങനെ മനസ്സിലാക്കുക? ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ പോസ്ചർ ഓഫ് ദ ഇൻഡിവിജ്വൽ. പോസ്ചർ. രണ്ടാമത്തത് നമ്മുടെ തോട്ട്സ്, ചിന്തകൾ. നമ്മുടെ ചിന്തകൾ എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളിൽ അറിയാം. നമ്മളെല്ലാവരും ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന വഴിക്ക് വിഷമിച്ച് കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയാണെങ്കിലൊക്കെ നമ്മുടെ എല്ലാ ഹോർമോൺസും മാറ്റം വരും. സ്ട്രെസ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യും, അഡ്രിനാലിൻ ക്രിയേറ്റ് ചെയ്യും, കോർട്ടിസോൾ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഹാപ്പി ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പോരായ്മകൾ ഉണ്ടാവും. ഇത് കൂടാതെ ഭക്ഷണ രീതിയിലുണ്ടതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഒരു സമയമുണ്ട്. എപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എപ്പോൾ ഡിന്നർ കഴിക്കണം. നമ്മൾ എഴുന്നേറ്റ് വിത്തിൻ 2 hours ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. നമ്മൾ പലവരും ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ. അതുപോലെ രാത്രി നമ്മൾ ഡിന്നറിന് 3 hours ബിഫോർ ഭക്ഷണം കഴിച്ചിട്ട് ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കുറച്ചിട്ട. അപ്പം നമ്മൾ തന്നെ നമ്മുടെ മിസ്റ്റേക്സിനെ മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പൊ വിച്ച് ആർ ഓൾ ദ വേസ് ബൈ വിച്ച് വി ആർ ഗെറ്റിംഗ് സച്ച് കണ്ടീഷൻ. അത് വെദർ ഇറ്റ് ഈസ് ഹോർമോണൽ, വെദർ ഇറ്റ് ഈസ് ഡയറ്ററി. ഭക്ഷണത്തിൽ അതുപോലെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പം മുഴുവൻ ബേക്കറി ഫുഡ്സ് ആണ്, ഹൈ കലോറി ഭക്ഷണങ്ങളാണ് അതിൽ ഭക്ഷണങ്ങൾ. അപ്പം നമ്മൾ ആദ്യം ചിന്തിക്കാനുള്ളത് നമ്മുടെ ഇരിപ്പ്, നടപ്പ്, കിടപ്പ്, ഉറക്കമെല്ലാം ശരിയാണോ എന്ന് നോക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മുടെ ചിന്തകളെല്ലാം ശരിയാണോ എന്ന് നോക്കുക. മൂന്നാമത്തെ ഭക്ഷണം ശരിയാണോ എന്ന് നോക്കുക. പിന്നെ നമ്മുടെ അവസ്ഥകളാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പം നമ്മൾ പെർഫ്യൂംസ് ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പല കാരണങ്ങളും. ഇതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാം അപ്പം ഒറ്റ വാക്കിലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. പിന്നെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് മറ്റതെല്ലാം വേറെ ഉണ്ട്. ഈവൻ ദാറ്റ് വൈ വി ആർ ടേക്കിംഗ് ദ കേസ് എക്സാക്ട്ലി ദെൻ ഓൺലി വി ക്യാൻ ഡിസൈഡ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും, ഒരു മരുന്ന് കൊടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ ആ മരുന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫണ്ടമെന്റൽ കോസ് നോക്കാനോ, മെയിൻറ്റെയിൻ കോസ് നോക്കാനോ, എക്സൈറ്റിംഗ് കോസ് നോക്കാനോ പഠിക്കണം. ആ പഠിക്കണമെങ്കിൽ വി മസ്റ്റ് സ്ട്രെപ്സ് അപ്പോൺ ദാറ്റ് പേഷ്യൻറ്റ്. ആ പേഷ്യൻറ്റിൽ മനസ്സിലാക്കി തന്നെ ഇരിക്കണം. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ സേ ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ദ പേഷ്യൻ്റ് എന്ന് പറയുന്നത്. പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ പറയുന്ന കാരണം അതാണ്. അണ്ടർസ്റ്റാൻഡ് ദ പേഷ്യൻറ്റ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ, അത് കഴിഞ്ഞിട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡിസീസ്. രണ്ടും നമ്മൾ അപ്പുറം ഇപ്പുറം നിർത്തണം. നിർത്തിയതിന് ശേഷം രണ്ടും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അതിൽ മനസ്സിലാവും. നമുക്കറിയാം നമ്മുടെ പ്രധാനപ്പെട്ട വൈറ്റൽ ഓർഗൻസ്. ഇപ്പം നമുക്ക് പൊട്ടൻസി സെലക്ട് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? വൈറ്റൽ ഓർഗൻസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് പൊട്ടൻസി ഡിസൈഡ് ചെയ്യുന്നത്. വളരെ വീക്കായിട്ടുള്ള ഒരാൾക്ക് ഹൈ പൊട്ടൻസി കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള കുറേ കണ്ടീഷൻ. അപ്പം വൈറ്റാലിറ്റി എന്താണെന്ന് അറിഞ്ഞാലല്ലേ പൊട്ടൻസി സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ദാറ്റ് മീൻസ് ഈച്ച് ആൻഡ് എവറി ഡിസീസ്, ഹൗ ഇറ്റ് ഫോംസ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്, ദാറ്റ് എവറിഥിങ് വി മസ്റ്റ് ടേക്ക് കെയർ. അപ്പം ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി നമ്മുടെ അമ്പാടിയമ്മയെ ക്ഷണിക്കുകയാണ്. അഭിപ്രായം പറയുകയും സാറിന് നന്ദി പറയുകയും ചെയ്യും. അമ്പാടിയമ്മേ. കേൾക്കാമോ? കേൾക്കാം. നമസ്തേ. നന്നായിട്ടുണ്ട് കേട്ടോ. നമസ്കാരം. മോളെ സൂര്യ എപ്പോഴത്തെയും പോലെ നല്ല അടിച്ചു പൊളിച്ച് നല്ല അസലായിട്ട് പറഞ്ഞു കേട്ടോ മോളെ. രാധാകൃഷ്ണന്റെ ക്ലാസ് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ആ ട്രയാങ്കിൾ ഇതിന്റെ ഇതെല്ലാം ഞാൻ പഴയ ഞാൻ റേഞ്ച് പോയല്ലോ മാഡം. ഓർമ്മയിൽ വരികയാണ്. നന്നായിരുന്നു, നല്ല അസലായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഇപ്പൊ എല്ലാരോടും ഞാൻ പറയാറുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട്. ഹലോ, ഇവിടെ ലൈറ്റ് ഇല്ല. കേൾക്കാമോ? നെറ്റ് പോയിട്ടുണ്ട്. കേൾക്കാമോ? നന്നായിട്ടുണ്ട് കേട്ടോ രാധാകൃഷ്ണ. ഇനി അടുത്ത 3-4 ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പേരിലും അതാണ്. ഇത് രാധാകൃഷ്ണന്റെ ഇതിൽ ഒന്നും ആയിട്ടില്ല. ഇതൊന്നും അല്ല രാധാകൃഷ്ണൻ. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്ത ക്ലാസ്സിന് വേണ്ടി എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആണ്. പിന്നെ എന്റെ പേരിലും ഈ IFSന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. ഇനിയും ഇങ്ങനെയെല്ലാം ഇങ്ങനെ വരാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. രണ്ടുപേർക്കും, സൂര്യക്കും രാധാകൃഷ്ണനും. ഓക്കെ, നന്ദി അമ്പാടിയമ്മ. എന്തായാലും നമ്മുടെ 2144 പ്രതിദിന സൂം വെബിനാർ വളരെയധികം വിജയകരമായിട്ടാണ് നടത്തിയത്. അതിന് പ്രത്യേകിച്ചും ഡോക്ടർ പി രാധാകൃഷ്ണൻ സാറിനും ഡോക്ടർ സൂര്യ രാജീവിനും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. 3 സെഷനല്ല, അതിൽ കൂടുതലാകാമെങ്കിലും കുഴപ്പമില്ല സാറേ. വളരെ വിശദമായി സാറിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ 2744 പ്രതിദിന സൂം വെബിനാർ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.